السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി പരസ്പരം സ്നേഹിക്കുകയും ആ സ്നേഹത്തിന്റെ മേലെ ഒരുമിച്ച് കൂടുകയും എല്ലാം ചെയ്യുക എന്നുള്ളത് മഹത്തായിട്ടുള്ള ഇബാദത്താണ്. അതുപോലെ തന്നെ അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുന്ന സഹോദരങ്ങളെ അള്ളാഹുവിന് വേണ്ടി മാത്രമുള്ള സ്നേഹബന്ധത്തിന്റെ മേലെ പരസ്പരം സന്ദർശിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ സ്നേഹം നിർബന്ധമാക്കുന്ന കാര്യങ്ങളിൽ പെട്ടതുമാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ സഹോദരങ്ങളെ കണ്ടുമുട്ടുമ്പോൾ, ഒരുമിച്ച് കൂടുമ്പോൾ ആ ഒരു നിയ്യത്തുണ്ടാവുക എന്നുള്ളത് അള്ളാഹുവിന്റെ വലായത്ത് നേടിത്തരുന്ന, അള്ളാഹുവിന്റെ അടുക്കൽ അള്ളാഹുവിന്റെ ഇഷ്ടം നിർബന്ധമാക്കുന്ന ഉന്നതമായ സ്ഥാനം നേടിത്തരുന്ന കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ നിയ്യത്തുകൾ ആ നിലക്ക് ശരിയാക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നാം ഇന്ന് ഈ ഒരു മജ്ലിസിൽ സംസാരിക്കുന്ന വിഷയം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പാപങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ പാപങ്ങൾ സംഭവിക്കുന്നതിൽ നിന്ന് സ്വന്തത്തെ നിയന്ത്രിക്കാൻ, സ്വന്തം ആത്മാവിനെ നിയന്ത്രിക്കാൻ ഉപകരിക്കുന്ന ചില കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ പല കിതാബുകളിൽ പല രീതിയിൽ ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. നാം വായിക്കുന്നത് അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ ഒരുപാട് പ്രധാനപ്പെട്ട പാഠങ്ങൾ ക്രോഡീകരിച്ചിട്ടുള്ള ത്വരീഖുൽ ഹിജ്റത്തൈൻ വബാബു സഅദത്തൈൻ എന്നുള്ള കിതാബിൽ നിന്ന് ഉള്ള ഒരു ഭാഗമാണ്. വായിച്ചു തുടങ്ങുന്നതിന് മുമ്പ് നമുക്കറിയാം, നാം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിക്കാൻ വേണ്ടി മാത്രം, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ്. നമ്മെ ആ ഒരു ലക്ഷ്യത്തിൽ നിന്ന് തെറ്റിച്ച് ഷിർക്കിലേക്കും കുഫറിലേക്കും എത്തിക്കാൻ യഥാസമയം നമ്മുടെ മരണത്തിന്റെ അവസാന ശ്വാസം വരെ പണിയെടുക്കുന്ന അല്ലാഹു തആല നമ്മുടെ മേലെ വ്യക്തമാക്കി തന്നിട്ടുള്ള നമ്മുടെ ശത്രുവാണ് ശൈത്താൻ എന്നുള്ളത്. അതിനു പുറമെ നമുക്ക് പരീക്ഷണമായിക്കൊണ്ട് നമ്മുടെ നഫ്സ്, നമ്മുടെ മനസ്സ് തെറ്റുകളിലേക്ക് പ്രേരിപ്പിക്കാനും ഷഹ്വത്തുകളെ പിൻപറ്റാനുമെല്ലാം നമ്മുടെ മനസ്സിനെയും പരീക്ഷണമായി അള്ളാഹു നമ്മിൽ സംവിധാനിച്ചിട്ടുണ്ട്. പണ്ഡിതന്മാർ പറയുന്നത് പോലെ പുറത്തു നിന്നുള്ള ഒരു ശത്രുവുമുണ്ട്, അകത്തു നിന്നുള്ള ഒരു ശത്രുവുമുണ്ട്. അപ്പൊ ഇവർ നമ്മെ ഏത് സമയവും തെറ്റിക്കാൻ, അള്ളാഹുവിലേക്കുള്ള നേരായ പാതയിൽ തെറ്റിക്കാൻ, അവസാനം ശിർക്കിലേക്ക് എത്തിക്കാൻ വേണ്ടി പണിയെടുക്കുന്നവരാണ്. അപ്പൊ അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കവാടം, അല്ലെങ്കിൽ ശിർക്കിലും കുഫറിലും മനുഷ്യന്മാരെത്താനുള്ള പ്രധാനപ്പെട്ട ഒരു കവാടമാണ് പാപങ്ങളിൽ അവനെ മുഴുകിക്കുക എന്നുള്ളത്. പാപങ്ങൾ അവന്റെ മേലെ ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമായി, അതിൽ അടിമപ്പെടുന്ന അവസ്ഥയാക്കി മാറ്റി കഴിഞ്ഞാൽ പിന്നീട് അവനെ ശിർക്കിലേക്കും കുഫറിലേക്കും എത്തിക്കുക എന്നുള്ളത് എളുപ്പമുള്ള പണിയാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ അശ്ശഹ്വതു സാബൂനു ശുബ്ഹാത്ത് എന്ന് പറയാറുള്ളത്. ഷഹ്വത്തുകൾ എന്നുള്ളത് ശുഭഹത്തുകളിലേക്കുള്ള സോപ്പാണ് എന്ന്, അഥവാ അതിലേക്ക് വഴുത്തി വീഴ്ത്തുന്ന ഒരു കാര്യമാണ് എന്നുള്ളത്. നമ്മുടെ എല്ലാം ജീവിതം നമ്മൾ പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ പരസ്യമായ ജീവിതത്തിൽ നാം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുന്ന രൂപവും വേഷവും പെരുമാറ്റവും സംസാരവും എല്ലാം ഉള്ള ആളുകളായിരിക്കും. പക്ഷെ നമ്മുടെ രഹസ്യ ജീവിതത്തിൽ അള്ളാഹുമായി മാത്രം ബന്ധപ്പെട്ടിട്ടുള്ള അവസരങ്ങളിൽ നാം പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് ബോധ്യപ്പെടും നാമും അള്ളാഹു സുബ്ഹാനഹു വ തആലയും തമ്മിൽ എത്രത്തോളമാണ് ബന്ധമുള്ളത്, അല്ലെങ്കിൽ അള്ളാഹുവിനോട് എത്രത്തോളമാണ് നമുക്ക് സത്യസന്ധത കാണിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതല്ലാതെ പറ്റുന്നൊരു അപകടം, പാപങ്ങൾ മുഴുകിക്കഴിഞ്ഞാൽ, പാപങ്ങൾ കൂടിക്കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് ഒരു പാപമാണ്, അതൊരു തെറ്റാണ് എന്നുള്ള അതിന്റെ ഒരു കുത്തൽ, അത് നീങ്ങിപ്പോയി പാപം ചെയ്യുമ്പോൾ നാം അറിയാത്തൊരവസ്ഥ, നമുക്കതിന്റെ ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കാത്തൊരവസ്ഥയിൽ മനസ്സായിത്തീരുന്ന അവസ്ഥയുണ്ട്. ഇങ്ങനെ പല ഘടകങ്ങൾ പാപങ്ങളുടെ അനന്തര ഫലമായി ഉണ്ടാവുകയും പിന്നീട് അത് ശിർക്കിലും കുഫറിലും എത്തിച്ചേരുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തിൽ നമ്മുടെ ജീവിതത്തിൽ
നാം ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ നാം ആലോചിക്കേണ്ട, പഠിക്കേണ്ട, ഗുണപാഠം ഉൾക്കൊള്ളേണ്ട കാര്യമാണ് പാപങ്ങളിൽ സ്വന്തത്തെ നിയന്ത്രിക്കുക എങ്ങനെയാണ് എന്നുള്ളത്. എങ്ങനെയാണ് പാപങ്ങളിൽ സ്വന്തത്തെ നിയന്ത്രിക്കുക എന്നുള്ളത്. قال رحمه الله في طريق الهجرتين وباب السعدتين. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ നാം നേരത്തെ പറഞ്ഞ കിതാബിൽ അദ്ദേഹം പറയുകയുണ്ടായി, ഒരു തലക്കെട്ടായിക്കൊണ്ട് ഖാഇദത്തുൻ الصبر عن المعصية ينشأ من أسباب عديدة. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ പറയുകയാണ്, അസ്വബറു അനിൽ മഅസിയ, പാപങ്ങളെ തൊട്ടുള്ള സ്വബർ. സ്വബർ എന്നുള്ള പദത്തിന് പൊതുവെ നമ്മൾ ക്ഷമ എന്നുള്ള വാക്ക് പറയുമെങ്കിലും അതിന് ഏറ്റവും യോജിച്ചത് ആത്മനിയന്ത്രണം എന്നുള്ള വാക്കാണ്. ആത്മനിയന്ത്രണം എന്നുള്ളത് നാം കേട്ട് പഠിച്ചിട്ടുള്ള കാര്യമായിരിക്കും. നന്മ ചെയ്യുന്നതിലുള്ള സ്വബർ, പാപത്തിനെ ഒഴിവാക്കുന്നതിലുള്ള സ്വബർ, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഖദറിലുള്ള സ്വബർ. അതിൽ മലയാളത്തിൽ നമ്മൾ പറയുമ്പോൾ ക്ഷമ എന്ന അർത്ഥം വെച്ച് പറയുന്നതിനേക്കാൾ അതിന്റെ അർത്ഥം പരിപൂർണമാവുക സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള ആത്മനിയന്ത്രണം, അഥവാ അത് ചെയ്യാനുള്ള ആ ഒരു പ്രോത്സാഹനം നൽകിക്കൊണ്ടുള്ള അതിന്റെ ചെയ്യൽ. അതുപോലെ തന്നെ പാപങ്ങളിൽ നിന്നുള്ള ആത്മനിയന്ത്രണം, അതിനെ പിടിച്ചു നിൽക്കൽ. അള്ളാഹുവിന്റെ വിധി നടക്കുമ്പോൾ എന്താണോ സംഭവിക്കുന്നത് അതിൽ സ്വന്തത്തെ നിയന്ത്രിക്കുക എന്നുള്ളത്. അതാണ് കൂടുതൽ ആഴത്തിൽ അതിന്റെ ആശയത്തെ, അറബിയിലുള്ള ആശയത്തെ മനസ്സിലാക്കി തരുന്ന കാര്യം. എന്നിട്ട് പറയാണ് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ്, അങ്ങനെ പാപങ്ങളെ തൊട്ട് സ്വന്തത്തെ നിയന്ത്രിക്കാൻ, അഥവാ പാപങ്ങൾക്കുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ അതിൽ വീഴാതെ പിടിച്ചു നിൽക്കാൻ, അതിൽ തുടർന്നു പോകാതെ തൗബ ചെയ്ത് മടങ്ങാൻ, അതിനെല്ലാമുള്ള കാരണങ്ങൾ, അത് പിടിച്ചു നിൽക്കാൻ പ്രേരകമാകുന്ന കാരണങ്ങൾ പലതാണ്. പല കാരണങ്ങൾ അതിനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇബ്നു ഖയ്യിം ആരംഭിക്കുന്നത്. അഹദുഹ, അതിൽ ഒന്നാമത്തേത് ഇൽമുൽ അബ്ദി ബിഖുബ്ഹിഹാ വറദാലതിഹാ വദനാഅതിഹാ, ഒരടിമ മനസ്സിലാക്കലാണ് അവന്റെ ആ പാപം, അവൻ ആ ചെയ്യുന്ന പാപം, അതിന്റെ നിരർത്ഥകത, അതിന്റെ മ്ലേച്ഛത, അതിന്റെ നിന്ദ്യത, അത് എത്രത്തോളം തരം താഴ്ന്നതാണ് എന്നുള്ളത്. നമ്മൾ ഒരു തെറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട് എങ്കിൽ യഥാർത്ഥത്തിൽ ആ പാപത്തെ കുറിച്ച് നമ്മൾ ആലോചിച്ചാൽ മതി. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തിനെ കുറിച്ച് ആലോചിച്ചാൽ മതി. നമ്മൾ നമ്മുടെ മാതാപിതാക്കളുടെ മുമ്പിൽ വെച്ചോ, നമ്മുടെ മക്കളുടെ മുമ്പിൽ വെച്ചോ, അല്ലെങ്കിൽ അയൽവാസികളുടെ മുൻപിൽ വെച്ചോ, അല്ലെങ്കിൽ മാന്യന്മാരായിട്ടുള്ള ആളുകളുടെ സദസ്സിൽ വെച്ചോ നമ്മൾ ചെയ്യില്ല. കാരണം എന്താണ്? അത് അത്രയും മ്ലേച്ഛമായിട്ടുള്ളൊരു കാര്യമായതുകൊണ്ടാണ്. അപ്പൊ ആ തെറ്റ്, ആ പാപം, അത് മ്ലേച്ഛമാണ് എന്ന് ആലോചിക്കുക എന്നുള്ളത് തന്നെ ഒരുത്തന് പാപത്തിൽ നിന്ന് ഒഴിവാകാൻ പ്രേരകമേകുന്ന കാര്യമാണ്. വഅന്ന അല്ലാഹ ഇന്നമാ ഹറമഹാ വനഹാ അൻഹാ സുയാനതൻ വഹിമായതൻ അനിദ്ദനായ വറദാഇൽ. അല്ലാഹു സുബ്ഹാനഹു വതആല ആ പാപങ്ങളെ ഹറാമാക്കിയിട്ടുള്ളത്, വിരോധിച്ചിട്ടുള്ളത്, അത് അടിമയ്ക്ക് സംരക്ഷണമായിക്കൊണ്ടാണ്. അടിമയെ സുയാനത്ത്, സംരക്ഷണമായിക്കൊണ്ടും അവനെ കാത്തു സൂക്ഷിക്കാനും വേണ്ടിയിട്ടാണ്. എന്തിനെ തൊട്ട്? അനിദ്ദനായ വറദാഇൽ, മ്ലേച്ഛമായ വൃത്തികെട്ട ആ കാര്യങ്ങൾ, അതിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടി. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല ദീനിൽ ഒരു കാര്യം ഹറാമാക്കിയിട്ടുണ്ട് എങ്കിൽ അല്ലാഹു തആല ഹറാമാക്കുന്നതിന് മുമ്പ് തന്നെ അത് ഖബീസായിരിക്കും. മ്ലേച്ഛമായ ഒരു കാര്യമല്ലാതെ അല്ലാഹു ഹറാമാക്കിയിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു കാര്യം ഹലാലാക്കിയിട്ടുണ്ട് എങ്കിൽ അത് ഹലാലാകുന്നതിന് മുമ്പ് തന്നെ ത്വയ്യിബായിരിക്കും. ത്വയ്യിബാകാത്ത ഒരു കാര്യവും അല്ലാഹു സുബ്ഹാനഹു വതആല ഹലാലാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു സലീമായ, ഒരു വക്രതയില്ലാത്ത, നേരെ ചൊവ്വയുള്ള ബുദ്ധിയുള്ള ഏത് മനുഷ്യനും ഇസ്ലാമിനെ കുറിച്ച് ആലോചിച്ചു കഴിഞ്ഞാൽ, ചിന്തിച്ചു കഴിഞ്ഞാൽ, നിയമവ്യവസ്ഥകളെ നോക്കിക്കഴിഞ്ഞാൽ അവന് ബോധ്യപ്പെടും ഒരിക്കലും ഇസ്ലാം ഹറാമാക്കിയ കാര്യം നല്ലതാണ് എന്നോ ഇസ്ലാം അനുവദിച്ച കാര്യം മോശമാണ് എന്നോ ഒരു ആളും പറയുകയില്ല. അതുകൊണ്ട് തന്നെ അതുപോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് സംരക്ഷണം, അഥവാ അടിമകൾക്ക് സംരക്ഷണം ഉണ്ടാവാനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അതിനെ വിരോധിച്ചിട്ടുള്ളത്. കമാ യഹ്മി അൽവാലിദു ഷഫീഖ് വലദഹു അമ്മാ യദുറുഹു, ഏതുപോലെ തന്റെ മകനോട് അങ്ങേയറ്റം പ്രിയമുള്ള, സ്നേഹമുള്ള, കൃപയുള്ള ഒരു പിതാവ്, ആ പിതാവ് തന്റെ മകന് അല്ലെങ്കിൽ തന്റെ സന്താനത്തിന് ദോഷമുണ്ടാകുന്ന കാര്യത്തിൽ നിന്ന് അവനെ സംരക്ഷിക്കുന്നത് പോലെ. നമ്മൾ ആലോചിച്ചാൽ മതി, നമുക്ക് മക്കളുണ്ടാകും, നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും ഒരു ദോഷം, ഒരു അപകടം, ഒരു ഉപദ്രവം സംഭവിക്കാൻ പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ സംരക്ഷിക്കും, ഏതു തരത്തിലാണെങ്കിലും സംരക്ഷിക്കും. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ദോഷം വരാതിരിക്കാൻ, നമുക്ക് അതിന്റെ ദോഷങ്ങളും അപകടങ്ങളും സംഭവിക്കാതിരിക്കാൻ അല്ലാഹു തആല നമ്മുടെ മേലെ ഹറാമാക്കിയതാണ് നമുക്ക് സംരക്ഷണമായിക്കൊണ്ട്. വഹാദ സബബു യഹ്മിലുൽ ആഖിലു അലാ തർക്കിഹാ വലൗ ലം യുഅല്ലഖ് അലൈഹാ വഈദുൻ ബിൽ അസാബ്. ഈ കാരണമുണ്ടല്ലോ, ഒന്നാമത്തെ കാരണം
പാപങ്ങളിൽ നിന്ന് സ്വന്തത്തെ നിയന്ത്രിക്കാനുള്ള ഒന്നാമത്തെ കാരണം പറഞ്ഞത് ആ പാപത്തിന്റെ നിസ്സാരതയും അതിന്റെ നിന്ദ്യതയും അതിന്റെ മ്ലേച്ഛതയും കുറിച്ച് ആലോചിക്കുക എന്നുള്ളത്. അത് മാത്രം മതി ബുദ്ധിയുള്ള ഒരുവൻ അത് ഒഴിവാക്കാൻ, ആ പാപം ഒഴിവാക്കാൻ. വലൗ ലം യുഅല്ലഖ അലൈഹാ വഈദുൻ ബിൽ അദാബ്, ആ പാപം ചെയ്താൽ ഇന്ന ശിക്ഷയുണ്ട് എന്ന് അവന് മനസ്സിലായിട്ടില്ലെങ്കിൽ കൂടി, അല്ലെങ്കിൽ ആ ശിക്ഷയെ പേടിച്ചിട്ടില്ലെങ്കിൽ കൂടി, ഈ ചെയ്യുന്ന പ്രവർത്തനം അത് മ്ലേച്ഛമാണ്, മോശമാണ്, അത്രയും നിന്ദ്യമാണ് എന്നുള്ള ആ മനസ്സിലാക്കൽ, ബോധ്യപ്പെടൽ തന്നെ അവൻ ആ പാപം ഒഴിവാക്കാൻ മതിയായതാണ്. ഇനി നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് ആലോചിക്കുക. നാം ചെയ്തു പോകുന്ന നമ്മുടെ തെറ്റുകളെ കുറിച്ച് ആലോചിക്കുക. അല്ലെങ്കിൽ നാം മുഴുകിപ്പോയിട്ടുള്ള നമുക്ക് ഒഴിവാക്കാൻ സാധിക്കാതെ സംഭവിക്കുന്ന തെറ്റുകളെ കുറിച്ച് ആലോചിക്കുക. അത് എത്രത്തോളം നിന്ദ്യമാണ്, എത്രത്തോളം മ്ലേച്ഛമാണ്, എത്രത്തോളം വൃത്തികെട്ടതാണ്, എത്രത്തോളം മോശമാണ്. ആ ആലോചന തന്നെ ആ പാപം ഒഴിവാക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമാണ് എന്നാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞത്. അസ്സബബു സാനി, രണ്ടാമത്തെ കാരണം, പാപം ഒഴിവാക്കാനുള്ള രണ്ടാമത്തെ കാരണം, അല്ലെങ്കിൽ സ്വന്തത്തെ നിയന്ത്രിക്കാൻ രണ്ടാമത്തെ കാരണം, അൽ ഹയാഉ മിനല്ലാഹി സുബ്ഹാനഹു, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തൊട്ടുള്ള അല്ലാഹുവിനെ കുറിച്ചുള്ള ലജ്ജ. ലജ്ജ എന്നുള്ളത് ഖൽബിന്റെ ജീവനുള്ള ആളുകൾക്ക് ഉണ്ടാകുന്ന ഇസ്ലാമിന്റെ സ്വഭാവം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ഒരു സൽസ്വഭാവമാണ് അൽ ഹയാ. എല്ലാ ദീനിനും ഒരു സ്വഭാവമുണ്ട്, ഇസ്ലാമിന്റെ സ്വഭാവം എന്നുള്ളത് അൽ ഹയാ ആണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. ലജ്ജിക്കുക എന്നുള്ളത്, അള്ളാഹുവിന് മുമ്പിൽ ലജ്ജിക്കുക എന്നുള്ളത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളോട് പറയുകയുണ്ടായി, ഇസ്തഹ്യൂ മിനല്ലാഹി ഹഖ്ഖൽ ഹയാ, അള്ളാഹുവിനിൽ നിന്ന് ഏറ്റവും പരിപൂർണമായ നിലക്കുള്ള ലജ്ജ നിങ്ങൾക്കുണ്ടാവുക എന്ന് പറഞ്ഞു. അത് പറഞ്ഞു കേട്ടപ്പോൾ സഹാബികൾ പറഞ്ഞു, ഞങ്ങൾ അള്ളാഹുവിൽ നിന്ന് ലജ്ജിക്കുന്നുണ്ടല്ലോ റസൂലെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെയല്ല, നിങ്ങൾ എന്താണ് കാണുന്നത്, നിങ്ങൾ എന്താണ് കേൾക്കുന്നത്, നിങ്ങൾ എന്താണ് ഭക്ഷിക്കുന്നത്, നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്, ആ കാര്യങ്ങളിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതാണ് അള്ളാഹുവിനോട് കാണിക്കേണ്ട ലജ്ജ. ആ കാര്യങ്ങളിലാണ് അള്ളാഹുവിനോട് ലജ്ജ ഉണ്ടാകേണ്ടത് എന്ന്. ഇവിടെ സലഫുകൾ പറയാറുള്ള ഒരു വാക്കുണ്ട്, നിങ്ങൾ അള്ളാഹുവിനോട് കാണിക്കേണ്ട ലജ്ജ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സമൂഹത്തിൽ ഏറ്റവും മാന്യനായ ഒരു വ്യക്തിയുടെ മുമ്പിൽ നിങ്ങൾ എങ്ങനെ ലജ്ജ കാണിക്കുന്നുവോ, അഥവാ നമ്മളിപ്പോ ചില കാര്യങ്ങൾ ചെയ്യും, നമ്മുടെ ചില പ്രവർത്തനങ്ങൾ തെറ്റൊന്നാവണ്ട, അല്ലാതെ തന്നെ ചിലപ്പോൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ, അത് ചിലപ്പോൾ 4 ആളുകളുടെ മുമ്പിൽ വെച്ച് നമ്മൾ ചെയ്യില്ല, അങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്യില്ല. അതെന്താ, ആ ആളുകൾ മാന്യന്മാരായിട്ടുള്ള ആളുകളായിരിക്കും. അപ്പൊ അവരുടെ മുമ്പിൽ കാണിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുന്ന ലജ്ജയുണ്ടല്ലോ, അതിനേക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നിങ്ങൾ ലജ്ജ കാണിക്കണം. അതാണ് അൽ ഹയാഉ മിനല്ലാഹ്. ഫഇന്നൽ അബ്ദ മതാ അലിമ ബിനദ്രിഹി ഇലൈഹി വ മഖാമിഹി അലൈഹി, ഒരടിമ എപ്പോഴാണോ അള്ളാഹുവിൽ നിന്ന് അവനിലേക്കുള്ള നോട്ടം, അല്ലെങ്കിൽ അള്ളാഹുവിന് അവന്റെ മേലെ ഉള്ള സ്ഥാനം അത് ബോധ്യപ്പെടുന്നത്, അല്ലെങ്കിൽ അത് മനസ്സിലാക്കുന്നത്, വന്നഹു ബിമർഅൻ മിൻഹു വ മസ്മഅ, അള്ളാഹു കാണുന്ന സ്ഥലത്തും കേൾക്കുന്ന സ്ഥലത്തുമാണ് ഞാൻ ഉള്ളത് എന്നുള്ളത്. അഥവാ അള്ളാഹു കാണാതെ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റൂല, അള്ളാഹു കേൾക്കാതെ നമുക്കൊരു കാര്യം പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു സ്ഥാനത്താണ് ഇത് ബോധ്യപ്പെടുന്നത്. വകാന ഹയ്യൻ ഇസ്തഹ്യാ മിൻ റബ്ബിഹി, അവന്റെ റബ്ബിൽ നിന്ന് ലജ്ജ കാണിക്കുന്ന ഒരുവനായി തീരും. അയ്യതഅറള ലിമസാഖിതിഹി, അല്ലാഹു തആലയുടെ വെറുപ്പിന് കാരണമാകുന്ന കാര്യങ്ങളെ അതിൽ ചെന്ന് വീഴുന്നത്, അല്ലെങ്കിൽ അത് ചെയ്യുന്നതിനെ തൊട്ട് അവൻ ലജ്ജ കാണിക്കുന്ന ഒരാളായി തീരും. ലജ്ജ എന്നുള്ളത് സഹോദരങ്ങളെ കേവലം പാപം ഒഴിവാക്കുന്നതിനേക്കാൾ ഉന്നതമായൊരവസ്ഥയാണ്. അതായത് ദീനിന്റെ 3 മർത്തബകളുണ്ട്, നമുക്കറിയാം. ഒന്നാമത്തേത് ഇസ്ലാം, രണ്ടാമത്തേത് ഈമാൻ, മൂന്നാമത്തേത് ഇഹ്സാൻ. ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഹ്യമായിട്ട് നാം ചെയ്യുന്ന കർമ്മങ്ങൾ. ഈമാൻ എന്ന് പറഞ്ഞാൽ ആന്തരികമായിട്ട് നമ്മുടെ ഉള്ളിൽ ഉറക്കേണ്ട വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ അൻ തഅബുദല്ലാഹ കഅന്നക തറാ ഫഇൻ ലം തകുൻ തറാ ഫഇന്നഹു യറാക്, അള്ളാഹുവിനെ കാണുന്നത് പോലെ ആരാധിക്കുക, അള്ളാഹുവിനെ നീ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട്. ഈ ഇഹ്സാനിന് പണ്ഡിതന്മാർ 3 മർത്തബകളിലായിക്കൊണ്ട് പറഞ്ഞത് കാണാം. ഇഹ്സാനിനകത്ത് 3 മർത്തബകളിലായിക്കൊണ്ട്. ഒന്നാമത്തേത് മുറാഖബത്ത്, അള്ളാഹു തന്നെ കാണുന്നുണ്ട് എന്ന നിലക്ക് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നത്. രണ്ടാമത്തേത് ഹയാ, നമ്മൾ പറയുന്ന വിഷയം ലജ്ജ, അഥവാ മാന്യന്മാരായിട്ടുള്ള ആളുകൾക്ക് മുമ്പിൽ നാം ചെയ്യാൻ മടിക്കുന്ന പാപങ്ങളല്ലാത്ത കാര്യങ്ങൾ പോലും ചിലത് നമ്മൾ നമ്മുടെ മാതാപിതാക്കളുടെ മുമ്പിൽ ചെയ്യില്ല, വേറെ ബഹുമാനിക്കുന്ന ആളുകളുടെ മുമ്പിൽ ചെയ്യില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിൽ രഹസ്യ ജീവിതത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നത്.
മൂന്നാമത്തേത് അൽ ഉൻസു ബില്ലാഹ്, അള്ളാഹുമായിട്ട് അങ്ങേയറ്റത്തെ അടുപ്പം, അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റും ശുക്റുമായിക്കൊണ്ട് അള്ളാഹുവിന്റെ നാമഗുണ വിശേഷങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിനായിട്ടുള്ള അടുത്ത ബന്ധം, അതാണ് ഇഹ്സാനിന്റെ മൂന്നാമത്തെ ദറജ എന്നുള്ളത്. അപ്പൊ ഹയാ എന്നുള്ളത് ഒരാളുടെ ദീനിന്റെ പരിപൂർണതയുടെ അടയാളമാണ്. അള്ളാഹുവിന് മുമ്പിൽ ലജ്ജ കാണിക്കേണ്ടതുണ്ട്, അള്ളാഹുവിന് മുമ്പിൽ നമ്മൾ ലജ്ജ കാണിക്കേണ്ടതുണ്ട്. അത് ശരിക്കും പരിശോധിച്ചു കഴിഞ്ഞാൽ, ശരിക്കും ചിന്തിച്ചു കഴിഞ്ഞാൽ പാപങ്ങളിൽ നിന്ന് സ്വന്തത്തെ നിയന്ത്രിക്കാനുള്ള ഒരു കാരണമാണ്. അസ്സബബു സാലിസ്, മൂന്നാമത്തെ കാരണം മുറാഅതു നിഅമിഹി അലൈക് വഇഹ്സാനിഹി ഇലൈക്, ശരിക്കും ഒന്ന് വിചിന്തനം ചെയ്യുക, പരിഗണിക്കുക, ചിന്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊരിഞ്ഞിട്ടുള്ള അവന്റെ അനുഗ്രഹങ്ങൾ നിന്റെ മേലെ, അതുപോലെ തന്നെ അവൻ നിന്റെ മേലെ ചെയ്തിട്ടുള്ള ഇഹ്സാനുകൾ, നന്മകൾ നീ ശരിക്കൊന്ന് ആലോചിച്ചു നോക്കുക. ആ കാര്യങ്ങൾ ആലോചിക്കുക എന്നുള്ളത് പാപങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ, അല്ലെങ്കിൽ പാപങ്ങളിൽ നിന്ന് സ്വന്തത്തെ നിയന്ത്രിക്കാൻ പ്രേരകമേകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സത്യത്തിൽ നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ തെറ്റുകൾ ഒഴിവാക്കാൻ ഇത് മഹത്തായിട്ടൊരു കാരണമാണ്. കാരണം നമ്മൾ ആലോചിച്ച് നോക്കിയും, നമുക്ക് അള്ളാഹു തആല ആഫിയത്ത് തന്നിട്ടുണ്ട്, ആരോഗ്യം തന്നിട്ടുണ്ട്, നമുക്ക് നല്ല രീതിയിൽ ശ്വസിക്കാൻ സാധിക്കുന്നുണ്ട്, നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നുണ്ട്, അത് മലമൂത്ര വിസർജനം ചെയ്ത് പുറത്തു കളയാൻ സാധിക്കുന്നുണ്ട്. ഇതൊന്നും സാധിക്കാത്ത എത്രയോ മനുഷ്യർ ഇന്ന് ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്. നമ്മുടെ ചുറ്റുമുണ്ടാകും, നമുക്കറിയുന്നവരുണ്ടാകും, നമ്മുടെ അയൽവാസികളുണ്ടാവും, നമ്മുടെ സുഹൃത്തുക്കളുണ്ടാകും, പലരും ഉണ്ടാകും. അപ്പൊ അള്ളാഹു തആല നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ, അത് സ്വന്തം ശരീരത്തിലാവട്ടെ, സമ്പത്തിലാവട്ടെ, സന്താനങ്ങളിലാവട്ടെ, അത് ആലോചിക്കുക എന്നുള്ളത്. ഇനി ദീനിലാവട്ടെ, നമ്മൾ ആലോചിച്ച് നോക്കൂ, എത്ര ആളുകളാണ് ശിർക്ക് കൊണ്ടും കുഫർ കൊണ്ടും ബിദ്അത്ത് കൊണ്ടും മഅസിയത്ത് കൊണ്ടും പരീക്ഷിക്കപ്പെട്ടിട്ടുള്ളത്, നല്ലൊരു കൂട്ടുകാരില്ലാതെ, സുഹൃത്തുക്കളില്ലാതെ പരീക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇതുപോലെയുള്ള അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു എന്നുള്ളത് മഹത്തരമാണ്. എന്നിട്ട് ഇബ്നു ഖയ്യിം പറയാണ് ഈ ഒരു വിഷയത്തിൽ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ഫഇന്ന ദുനൂബ തുസീലു നിഅമ വലാ ബുദ്, തീർച്ചയായിട്ടും പാപങ്ങൾ എന്നുള്ളത്, തെറ്റുകൾ എന്നുള്ളത്, പാപങ്ങൾ എന്നുള്ളത് നിഅമത്തുകളെ ഇല്ലാതാക്കും, നിഅമത്തുകളെ നീക്കം ചെയ്യും. പാപങ്ങൾ ചെയ്യുക എന്നുള്ളത് നിഅമത്തുകളെ ഇല്ലാതാക്കുന്ന കാര്യമാണ്. ഫമാ അസ്നബ അബ്ദുൻ ദംബൻ ഇല്ലാ സാലത് അൻഹു നിഅമത്തുൻ മിനല്ലാഹ് ബിഹസബി ദാലിക ദംബ്, ഏതൊരടിമ അവൻ ഒരു പാപം ചെയ്താലും, ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ തെറ്റിന്റെ അളവനുസരിച്ച്, അല്ലെങ്കിൽ തെറ്റിന്റെ ഇനമനുസരിച്ച് അവന്റെ ജീവിതത്തിൽ നിന്ന് നിഅമത്ത് നീക്കം ചെയ്യപ്പെടുന്നതാണ്. ഗൗരവമുള്ള കാര്യമാണ്. അവൻ ചെയ്യുന്ന തെറ്റ്, പാപം, ആ ചെയ്യുന്ന പാപം ഏതാണോ, ഏതളവിലാണോ, ഏത് നിലക്കാണോ, അതിന്റെ അടിസ്ഥാനത്തിൽ അവന്റെ ദീനിൽ, അവന്റെ ജീവിതത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ നീക്കം ചെയ്യപ്പെടും. ഫൈൻ താബ വറാജഅ റജഅത് ഇലൈഹി ഔ മിസ്ലുഹാ, ഇനി അവൻ ഒരു തെറ്റ് സംഭവിച്ചു പോയി, അവൻ തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങിക്കഴിഞ്ഞാൽ ആ നീ പോയ അനുഗ്രഹങ്ങൾ, അല്ലെങ്കിൽ അതുപോലെയുള്ള അനുഗ്രഹങ്ങൾ അവനിലേക്ക് തിരിച്ചു വരികയും ചെയ്യും. വൈൻ അസറ ലം തർജി ഇലൈഹി, ഇനി അവൻ ആ പാപത്തിൽ മുഴുകുകയാണെങ്കിലോ, പാപം അവസാനിപ്പിക്കുന്നില്ല, അതിൽ മുസിറായിക്കൊണ്ട് തുടർന്നുകൊണ്ടേയിരിക്കുകയാണെങ്കിലോ, അനുഗ്രഹങ്ങൾ അവനിലേക്ക് തിരിച്ചു വരികയുമില്ല. വലാ തസാലു ദുനൂബു തുസീലു അൻഹു നിഅമതൻ ഹത്താ തസ്ലുബഹു നിഅമ കുല്ലഹാ, ആ പാപങ്ങൾ എന്നുള്ളത് അത് തുടർന്നു കഴിഞ്ഞാൽ അവന്റെ എല്ലാ നിഅമത്തുകളും നീങ്ങി പോകുന്ന അവസ്ഥയിൽ അതായിക്കൊണ്ടേയിരിക്കുമെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ആലോചിച്ച് നോക്കുകയും, നമ്മുടെ കാഴ്ച, നമ്മുടെ കേൾവി, നമ്മുടെ സമ്പത്ത്, നമ്മുടെ ആരോഗ്യം, നമ്മുടെ കൈകൾ, നമ്മുടെ കാല്, അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ നിഅമത്താണ്, അള്ളാഹുവിന്റെ നിഅമത്താണ്. ആ നിഅമത്ത് കൊണ്ട് അള്ളാഹു ഹറാമാക്കിയ ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ എന്താണ് അതിന്റെ അവസ്ഥ? ആ നിഅമത്ത് അള്ളാഹു തആല നീക്കം ചെയ്യാൻ അള്ളാഹുവിന് സാധിക്കും. ചില ആളുകൾ ധരിച്ചു പോകുന്ന ഒരു കാര്യം, ഞാൻ ഇത്ര പാപം ചെയ്തിട്ടും എന്റെ നിഅമത്തുകൾ ഒരു കുറവും വരുന്നില്ലല്ലോ. സൽഫകളിൽ ചിലരോട് പറയപ്പെട്ടപ്പോൾ അവർ തിരിച്ചു പറഞ്ഞ മറുപടി, നീ എത്ര കാലമായി ഇബാദത്തിന്റെ ആസ്വാദനം ലഭിച്ചിട്ട്, എത്ര കാലമായി നീ നിസ്കാരത്തിന്റെ ഖുശൂ അനുഭവിച്ചിട്ട്, നീ നഷ്ടപ്പെട്ട് നീ അറിഞ്ഞിട്ടില്ല. ഏറ്റവും വലിയ നിഅമത്ത് അതുപോലുള്ള കാര്യങ്ങളാണ് എന്ന്. അതുപോലെ തന്നെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സ്വൈദുൽ ഖാത്തിറിൽ പറയുന്ന ഒരു സംഭവമുണ്ട്. അദ്ദേഹം എഴുതുകയാണ്, അദ്ദേഹത്തിന്റെ ഒരു ഡയറി പോലുള്ള കിതാബാണത്. അദ്ദേഹം എഴുതുകയാണ്, ഒരു ദിവസം പാപം ചെയ്യാൻ എന്റെ നഫ്സ് വല്ലാതെ പ്രേരിപ്പിച്ചു, തിന്മകളിലേക്ക്. അപ്പൊ ഞാൻ ഖുർആൻ എടുത്ത് ഓതാൻ തുടങ്ങി. ഖുർആൻ ഓതുമ്പോൾ എനിക്ക് ശ്രദ്ധ കിട്ടുന്നില്ല, എന്നാലും ഞാൻ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടേയിരുന്നു. അവസാനം സൂറത്ത് യൂസുഫിലെ ഈ ആയത്തെത്തിയപ്പോൾ പെട്ടെന്ന് ഞാൻ അതിൽ ശ്രദ്ധ കൊടുത്തു. വീണ്ടും ഞാൻ അത് ആവർത്തിച്ചു. ഏതാണ് ആയത്ത്?
ഖാല മഅദല്ലാഹ് ഇന്നഹു റബ്ബി അഹ്സനു മസ്വായ ഇന്നഹു ലാ യുഫ്ലിഹു ളാലിമൂൻ. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ഒരു തെറ്റിലേക്ക് ക്ഷണിക്കുമ്പോൾ ആ ഇമ്രാത്തുൽ അസീസ് ക്ഷണിക്കുന്ന സമയത്ത് യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞ വാക്കാണ് ഖാല മഅദല്ലാഹ്, അല്ലാഹുവിനോട് ഞാൻ രക്ഷ തേടുന്നു. ഇന്നഹു റബ്ബി അഹ്സനു മസ്വായ, എന്റെ യജമാനൻ അഥവാ ഈ സ്ത്രീയുടെ ഭർത്താവ് എനിക്കിവിടെ ഏറ്റവും നല്ല താമസ സൗകര്യവും കാര്യങ്ങളും ഒരുക്കി തന്നതാണ്. ഒരു ദുൽമ ചെയ്യുന്നവൻ വിജയിക്കുകയില്ല. എന്നിട്ട് ഇബ്നു ജൗസി പറയുന്നുണ്ട്, ആ യജമാനൻ അവിടെ റബ്ബി എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുള്ളത് യജമാനനെയാണ് എന്നുള്ളതാണ് മുഫസ്സിരീങ്ങൾ അധിക പേരും. ചിലർ അള്ളാഹുവിനെ പറ്റി ചേർത്ത് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അധിക പേരും യജമാനനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന്. എന്നിട്ട് ഇബ്നു ജൗസി പറയുന്നുണ്ട്, ആ യജമാനൻ യഥാർത്ഥ റബ്ബല്ല. ആ വീട്ടിൽ ഭക്ഷണവും താമസവും സൗകര്യം ചെയ്തു കൊടുത്തതാണ്. ആ യജമാനോട് നന്ദികേട് കാണിക്കുന്നത് തന്നെ ശരിയല്ല എന്നാണ് യൂസുഫ് നബി അലൈഹി സ്വലാം അപ്പോൾ പറഞ്ഞത്. അപ്പോൾ യഥാർത്ഥ റബ്ബായിട്ടുള്ള അള്ളാഹുവിനോട് നമ്മൾ നന്ദികേട് കാണിക്കുന്നത് എത്ര വലിയ അപകടം പിടിച്ച കാര്യമാണ്. ഇത് നമ്മുടെ നിഅമത്തുകളെ ഇല്ലാതാക്കും, നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെ ഇല്ലാതാക്കും. ഇനി നമ്മൾ പാപങ്ങൾ ചെയ്യുന്നുണ്ട്, നമ്മൾ ആരും അറിയാതെ പാപങ്ങളിൽ മുഴുകുന്നുണ്ട്, തെറ്റുകൾ ചെയ്യുന്നുണ്ട്, നമ്മുടെ ജീവിതത്തിൽ എല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ട്, എല്ലാ കാര്യവും ഒരു കുഴപ്പമില്ലാതെ പോകുന്നുണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ ഭയപ്പെടണം അത് ഇസ്തിദ്റാജാണോ എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഒരടിമ പാപം ചെയ്തുകൊണ്ടിരിക്കുന്നു, അവന് ഭൗതികമായ വിഭവങ്ങൾ ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു, അത് മനസ്സിലാക്കിക്കൊള്ളുക അവന്റെ മേലെ ഇസ്തിദ്റാജാണ്. ഇസ്തിദ്റാജ് എന്ന് പറഞ്ഞാൽ എല്ലാം കൊടുത്ത് അവസാനം പിടികൂടുന്ന ഒരവസ്ഥ. അത് വളരെ അപകടമുള്ളതാണ്, നാം സൂക്ഷിക്കണം. എന്നിട്ട് ഇബ്നു ഖയ്യിം കൊടുക്കുകയാണ്, ഖാല അല്ലാഹു തആല പറഞ്ഞു, അല്ലാഹു ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. സൂറത്തുൽ റഅദിലെ 11ാമത്തെ ആയത്ത്, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഖൗമിനെയും മാറ്റുകയില്ല അവരിലുള്ളതിനെ അവർ മാറ്റാതെ. ഇതിന്റെ തഫ്സീർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ആളുകൾ തഫ്സീറായിട്ട് പറയാറുള്ളത് ഒരാൾ സ്വയം വിചാരിച്ചാലേ അള്ളാഹുവിനെ നന്നാക്കുള്ളൂ. അതല്ല അതിന്റെ തഫ്സീർ ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്. തഫ്സീർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവന്റെ ഭാഗത്ത് നിന്ന് അള്ളാഹുവിനോടുള്ള കടമകളിൽ എന്ത് മാറ്റമാണോ അവൻ വരുത്തുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹു തആല അവനുള്ള അവസ്ഥകൾ മാറ്റുക എന്നുള്ളത്. അവൻ അള്ളാഹുവിനെ അനുസരിക്കുന്നവനാണോ നന്മ ചെയ്യുന്നവനാണോ അതിനനുസരിച്ചായിരിക്കും അള്ളാഹു അവന്റെ അവസ്ഥയാക്കുക. അള്ളാഹു അവന്റെ ജീവിതത്തിൽ അവൻ പാപങ്ങളിലേക്കും തെറ്റുകളിലേക്കും മാറ്റിയാൽ അള്ളാഹു തആല അവരുടെ മേലെയുള്ള അവസ്ഥകളും മാറ്റിക്കളയും. അതുകൊണ്ട് സഹോദരങ്ങളെ വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതാണ്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം നേരത്തെ പറഞ്ഞതിനെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ പറയാണ്. വഅലമുൻ നിഅം അൽ ഈമാൻ, ഏറ്റവും വലിയ നിഅമത്ത് എന്ന് പറഞ്ഞാൽ അത് ഈമാനാണ്. വദംബു സിന വസ്സരിഖ വശുർബുൽ ഖംർ വൻതിഹാബുൻ നുഹബ യുസീലുഹാ വയസ്ലുബുഹാ. വദംബു സിന വ്യഭിചാരം, വസ്സരിഖ കട്ടെടുക്കൽ, വശുർബുൽ ഖംർ മദ്യപാനം, വൻതിഹാബുൻ നുഹബ അതും കട്ടെടുക്കൽ തന്നെയാണ്, പക്ഷെ പരസ്യമായിക്കൊണ്ട് പെട്ടെന്ന് ആളുകളിൽ നിന്ന് കട്ടെടുക്കുന്നതിനാണ് അത് പറയാറുള്ളത്. യുസീലുഹാ വയസ്ലുബുഹാ, അത് ഈമാനിനെ നീക്കം ചെയ്യും. കാരണം ഈ കാര്യങ്ങളെല്ലാം ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഒരാൾ മുഅ്മിനായിക്കൊണ്ട് വ്യഭിചരിക്കില്ല, മുഅ്മിനായിക്കൊണ്ട് കട്ടെടുക്കില്ല, മുഅ്മിനായ അവസ്ഥയിൽ അവൻ മദ്യപിക്കില്ല, മുഅ്മിനായ അവസ്ഥയിൽ പിടിച്ചുപറി നടത്തുന്നത് പോലെ നടത്തുകയില്ല എന്നുള്ളത് ഹദീസിൽ വന്നിട്ടുണ്ട്. കാരണം ആ തെറ്റ് ചെയ്യുമ്പോൾ അവനിൽ നിന്ന് ഈമാൻ, ഒരു മുഅ്മിനായിട്ട് ഒരാൾ വ്യഭിചരിക്കാന്ന് വിചാരിക്കുക, ആ തെറ്റ് ചെയ്യുന്ന സമയത്ത് അവന്റെ ഈമാൻ അവനിൽ നിന്ന് പുറത്തു നിൽക്കുന്ന, ഈമാൻ അവന്റെ ഉള്ളിലായിക്കൊണ്ട് ആ തെറ്റ് അവന് ചെയ്യാൻ പറ്റൂല. ഈമാൻ ഒരു കൊട പോലെ അവന്റെ മുകളിലായിക്കൊണ്ട് നിൽക്കും, ആ തെറ്റ് ചെയ്യുമ്പോൾ അവന്റെ ഒപ്പം ഉണ്ടാവില്ല. അപ്പോ അത് നീങ്ങുന്ന ഒരു അവസ്ഥയാണ് പാപം എന്നുള്ളത്. അത് ഘട്ടം ഘട്ടമായി നീങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയാണ് അതിൽ മുഴുകുമ്പോൾ ഉണ്ടാവുക. ഇനി സലഫുകളിൽ ചിലർ അവരുടെ പ്രശസ്തമായ ചില വാക്കുകൾ കാണാം. പാപങ്ങൾ കാരണം അവർക്ക് നഷ്ടപ്പെട്ടു പോയ ദീനിയായ അനുഗ്രഹങ്ങൾ. വഖാല ബഅദു സലഫ്, സലഫുകളിൽ ചിലർ പറയാറുണ്ട്, അസ്നബ്തു ദംബൻ ഫഹുരിംതു ഖിയാമൽ ലൈലി സന, ഞാനൊരു പാപം ചെയ്തു, എന്റെ മേലെ ഒരു വർഷത്തോളം രാത്രി നിസ്കാരം തടയപ്പെട്ടു എന്നുള്ളത്. രാത്രി നിസ്കാരം തടയപ്പെടുന്നത് പാപത്തിനുള്ള ശിക്ഷയാണ് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം നമ്മുടെ പാപങ്ങൾ നമ്മുടെ ദീനിനെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഒരുപക്ഷെ രാത്രിയിൽ ഒരു സമയത്ത് സുദീർഘമായി നിന്ന് നിസ്കരിച്ചിരുന്ന, അള്ളാഹുവിനോട് ദുആ ചെയ്തിരുന്ന, അള്ളാഹുവിന് മുമ്പിൽ പൊട്ടിക്കരഞ്ഞിരുന്ന പലർക്കും, നമ്മളിൽ പലർക്കും പിന്നീട് അതിന് സാധിക്കാതെ പോകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മുടെ പാപങ്ങളായിരിക്കും. പക്ഷെ അത് മനസ്സിലാക്കാൻ പോലും നമ്മുടെ ഖൽബിന് സാധിക്കാതെ നാം അശ്രദ്ധയിൽ മുഴുകിപ്പോയിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ പാപങ്ങൾ കാരണം ദീനിയായ നിഅമത്തുകൾ നമുക്ക് നഷ്ടപ്പെടും. വഖാല ആഖർ, മറ്റു ചിലർ പറഞ്ഞു, അദ്നബ്തു ദംബൻ ഫഹുരിംതു ഫഹ്മൽ ഖുർആൻ, ഞാൻ പാപം ചെയ്ത കാരണത്താൽ ഖുർആനിന്റെ ഫഹ്മ് എനിക്ക് തടയപ്പെട്ടിട്ടുണ്ട്.
അഥവാ ഖുർആൻ മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥ. നമ്മൾ ആലോചിച്ചാൽ മതി, ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അതിനെ ഉറ്റാലോചിച്ച് അതിന്റെ ആശയങ്ങൾ കൽബിൽ ഉണ്ടായി, കൽബിന്റെ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ സ്വർഗത്തിന്റെ ആയത്തുകളും നരകത്തിന്റെ ആയത്തുകളും അള്ളാഹുവിനെ പറ്റി പരാമർശിക്കുന്ന ആയത്തുകളും എല്ലാം പാരായണം ചെയ്തിട്ട് നമ്മൾ എത്ര കാലമായി എന്നുള്ളത്. നമ്മുടെ പാപങ്ങളുടെ സ്വാധീനം നമ്മുടെ കൽബിൽ തീർച്ചയായും ഉണ്ടാകും. ഈ ഒരു ആശയത്തിൽ പറയപ്പെട്ടിട്ടുള്ള ഒരു കവിതയുടെ വരികൾ, ഇദാ കുൻത ഫീ നിഅമത്തിൻ ഫർഅഹാ ഫഇന്നൽ മആസി തുസീലു നിഅം. നിനക്ക് ഒരു അനുഗ്രഹമുണ്ട് എങ്കിൽ നീ അതിനെ കാത്തു സംരക്ഷിക്കുക, അതിനെ നീ ശ്രദ്ധിക്കുക. ഫഇന്നൽ മആസി തുസീലു നിഅം, കാരണം പാപങ്ങൾ എന്നുള്ളത് അനുഗ്രഹങ്ങളെ നീക്കിക്കളയും. വബിൽ ജുംലതി ഫഇന്നൽ മആസി നാറു നിഅം. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഉദ്ദേശം പാപങ്ങൾ എന്നുള്ളത് അനുഗ്രഹങ്ങളെ തിന്നുന്ന തീയാണ്, അനുഗ്രഹങ്ങളെ കത്തിച്ചു കളയുന്ന തീയാണ്. തഅകുലുഹാ കമാ തഅകുലു നാറുൽ ഹതബ്. വിറകിനെ തീ തിന്നുന്നത് പോലെ നമ്മുടെ അനുഗ്രഹങ്ങളെ ഈ പാപങ്ങൾ തിന്നു തീർക്കും, കത്തിച്ചു കളയും. ഇയാദൻ ബില്ലാ മിൻ ജവാലി നിഅമതിഹി വതഹവ്വുലി ആഫിയതിഹി. അല്ലാഹുവിനോട് രക്ഷ തേടുന്നു, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ നീങ്ങിപ്പോകുന്നതിനെ തൊട്ടും അള്ളാഹു നൽകിയിട്ടുള്ള ആഫിയത്തിൽ മാറ്റം സംഭവിക്കുന്നതിനെ തൊട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആയിൽ വന്നിട്ടുള്ള, ധാരാളമായി പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനയിൽ വന്നിട്ടുള്ള വാക്കാണത്. അപ്പൊ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കുക, ഒരു തെറ്റ് ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ ഒരു നിഅമത്ത് ഉപയോഗിച്ചിട്ടല്ലാതെ നമുക്ക് തെറ്റ് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ടാണ് ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹിമഹുള്ളയുടെ അടുക്കൽ വന്നിട്ട് ഒരാൾ പറഞ്ഞത്, എനിക്ക് പാപം ചെയ്യണം. അപ്പൊ ഇബ്രാഹിം ഇബ്നു അദ്ഹം പറഞ്ഞു, നീ പാപം ചെയ്തോ, ഞാൻ പറയുന്ന ചില കണ്ടീഷൻസ് ബാധിച്ചുകൊണ്ട് പാലിച്ചുകൊണ്ട് നീ പാപം ചെയ്തോ. എന്താണത്? അള്ളാഹു കാണാത്തൊരു സ്ഥലത്ത് വെച്ച് നീ ചെയ്തോ, അള്ളാഹു നൽകാത്ത ഭക്ഷണം കഴിച്ച് നീ ചെയ്തോ, അള്ളാഹുവിന്റെ ഭൂമിയിലല്ല നീ ചെയ്തോ, മലക്കുൽ മൗത്തിനെ പിടിച്ചു വെക്കാൻ പറ്റുമെങ്കിൽ നീ അത് ചെയ്തോ. അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇത് ഇങ്ങനെയൊക്കെ പറ്റുമെങ്കിൽ നീ പാപം ചെയ്തോ എന്ന് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട, പാപത്തിനുള്ള പ്രേരണയുണ്ടാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഓർമ്മ വരേണ്ട കാര്യമാണിത്. അതായത് ഈ കാര്യങ്ങൾ കേവലം ഒരു ദർസ് കഴിഞ്ഞ് നമ്മൾ പിരിഞ്ഞു പോയി, അല്ലെങ്കിൽ നമ്മുടെ സ്ഥിരമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് പോയി, അവിടെ അല്ല. ദർസ് കഴിയുമ്പോഴല്ലത്. ദർസ് കഴിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ നാം ഒറ്റക്കാവുമ്പോഴാണ് ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത്. അപ്പോഴാണ് അതിന്റെ റിസൾട്ട് നമ്മളിൽ വരേണ്ടത്. ഈ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടത്. നാലാമത്തെ കാരണം അസ്സബബുർ റാബിഅ ഖൗഫുല്ലാഹി വഖശിയതു ഇഖാബിഹി. അല്ലാഹുവിനെ തൊട്ടുള്ള ഭയവും അതുപോലെ തന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഖശിയത്തും. ഖൗഫ് എന്ന് പറഞ്ഞാൽ ഭയം, ഖശിയത്ത് എന്നുള്ളതിന് മലയാളത്തിൽ ഭയം എന്ന് തന്നെയാണ് പറയാറുള്ളത്. എന്നാൽ ഖശിയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഉദ്ദേശം ഇൽമോട് കൂടിയിട്ടുള്ള ഭയത്തിനാണ് ഖശിയത്ത് എന്ന് പറയുക. അറിവോട് കൂടിയിട്ടുള്ള ഏതൊരു കാര്യത്തിനെയാണോ നാം ഭയപ്പെടുന്നത് ആ കാര്യത്തെ സംബന്ധിച്ചിട്ടുള്ള പരിപൂർണമായിട്ടുള്ള അറിവ് അല്ലെങ്കിൽ ആഴത്തിലുള്ള അറിവ്, അതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന ഭയത്തിനാണ് ഖശിയത്ത് എന്ന് പറയുന്നത്. അല്ലാതെ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ഭയത്തിനാണ് ഖൗഫ് എന്ന് പറയുന്നത്, അള്ളാഹുവിനെ സംബന്ധിച്ചിട്ടുള്ള ഭയം ഉണ്ടാവുക എന്നത്. വഹാദാ ഇന്നമാ യസ്ബുതു ബിതസ്ദീഖിഹി ഫീ വഅദിഹി വവഈദിഹി. ഈ ഭയം അത് ഒരാളിൽ ഉറക്കുന്നത് അള്ളാഹു നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങളും താക്കീതുകളും അതിനെ സത്യപ്പെടുത്തുന്നതിലൂടെയാണ്. അതായത് ഒരാളുടെ ഉള്ളിൽ എപ്പോഴാണ് അള്ളാഹുവിനെ സംബന്ധിച്ചിട്ടുള്ള ഭയം സ്ഥിരപ്പെടുക അല്ലെങ്കിൽ അത് ശക്തമാവുക? അതിന്റെ പ്രധാനപ്പെട്ട കാരണം അള്ളാഹു ഖുർആനിലൂടെ അറിയിച്ചിട്ടുള്ള, ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെയും അറിയിച്ചിട്ടുള്ള വാഗ്ദാനങ്ങളും താക്കീതുകളും അതിനെ സത്യപ്പെടുത്തുമ്പോൾ, പരലോകത്തെ ഓരോ കാര്യങ്ങളെയും സത്യപ്പെടുത്തുമ്പോൾ, വൽ ഈമാനി ബിഹി അള്ളാഹുവിലുള്ള വിശ്വാസം ശക്തിപ്പെടുമ്പോൾ, വബി കിതാബിഹി വബി റസൂലിഹി അള്ളാഹു ഇറക്കിയിട്ടുള്ള കിതാബുകളെ അതിനെ സത്യപ്പെടുത്തുമ്പോൾ, അള്ളാഹു അയച്ചിട്ടുള്ള റസൂലുകളെ അതിനെ സത്യപ്പെടുത്തുമ്പോൾ ഇതിനെയെല്ലാം തസ്ദീഖ് ചെയ്യുമ്പോഴാണ് ഒരാളുടെ അള്ളാഹുവിനെ സംബന്ധിച്ചിട്ടുള്ള ഭയം വർദ്ധിക്കുക. വഹാദ സബബു യഖ്വാ ബിൽ ഇൽമി വൽ യഖീൻ. ഈ ഒരു കാരണം, ഈ ഒരു അഥവാ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം എന്നുള്ളത് ഇൽമിന്റെയും യഖീനിന്റെയും അടിസ്ഥാനത്തിലാണ് ശക്തിപ്പെടുക. അതായത് അള്ളാഹുവിനെ സംബന്ധിച്ച് അറിയുമ്പോഴും അതുപോലെ തന്നെ അള്ളാഹു പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങളും താക്കീതുകളും യഖീൻ ഉണ്ടാകുമ്പോഴുമാണ് ഈ ഒരു കാരണം ശക്തിപ്പെടുക. വയദ്ഉഫു ബിളഅഫിഹിമാ. അത് ദുർബലപ്പെട്ടാൽ, അറിവില്ലാതെയായാൽ, അറിവിൽ ദൃഢതയില്ലാതെയായാൽ അവന്റെ ഈ ഒരു അവസ്ഥയും ദുർബലമാവും. അത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയവും ദുർബലമാവും. ഖാല അല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നമാ യഖ്ശ അല്ലാഹ മിൻ ഇബാദിഹി അൽ ഉലമാ. സൂറത്ത് ഫാത്തിറിലെ 28-ാമത്തെ ആയത്ത്.
അള്ളാഹുവിനെ യഥാർത്ഥ രൂപത്തിൽ അവന്റെ അടിമകളിൽ ഭയപ്പെടുന്നത് ഉലമാക്കളാണ്, അഥവാ അള്ളാഹുവിനെ കുറിച്ച് അറിവുള്ള ആളുകളാണ്, അസ്മാഉ സിഫാത്തുകൾ അറിയുന്നവരാണ് എന്നെല്ലാം ഇബ്നു കസീർ തഫ്സീർ ചെയ്തത് കാണാൻ സാധിക്കും. അപ്പൊ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം നമുക്കുണ്ടായിരിക്കണം. സലഫുകൾ പറയാറുള്ളത് പോലെ ലാ തൻദുർ ഇലാ സിഗരി ദംബ് വലാകിൻ ഉൻദുർ ഇലാ അളമതി മൻ അസൈത. നീ ചെയ്യുന്ന പാപത്തിന്റെ നിസ്സാരതയിലേക്കല്ല നീ നോക്കേണ്ടത്. നീ ചെയ്യുന്ന പാപത്തിന്റെ നിസ്സാരതയിലേക്കല്ല, ചെറിയ പാപല്ലേ, അല്ല, നീ ആരെയാണ് ധിക്കരിക്കുന്നത്, ധിക്കരിക്കുന്നവന്റെ മഹത്വത്തിലേക്കാണ് നീ നോക്കേണ്ടത്. അതുപോലെ തന്നെ മുൻഗാമികൾ പറഞ്ഞ കാര്യമാണ്, ഒരു ദിനാറിന്റെ 4/1 6/1 കട്ടെടുത്തവന്റെ കൈ മുറിച്ചു കളയണം, അല്ലെങ്കിൽ ശരീരത്തിലെ മഹത്തായ ഒരു അവയവം മുറിച്ചു കളയണമെന്ന് കൽപ്പിച്ചവനാണ് നിന്റെ റബ്ബ്. ആ റബ്ബിന്റെ ശിക്ഷയെ തൊട്ട് നീ എന്താവരുത്, നിർഭയനായി തീരുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്നുള്ളത്. വഖാല ബഅദു സലഫ്, എന്നിട്ട് ഇബ്നു ഖയ്യിം കൊടുക്കുകയാണ്, കഫാ ബിഖശ്യത്തില്ലാഹി ഇൽമ വലിഗ്തിറാർ ബില്ലാഹി ജഹ്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഖശ്യത്ത്, ഭയത്തിന് എന്ത് മതി, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് മതി. അതുപോലെ തന്നെ അള്ളാഹുവിനെ സംബന്ധിച്ച് വഞ്ചിതനാകാൻ അല്ലെങ്കിൽ ഗുറൂറിലാകാൻ, ഞാൻ രക്ഷപ്പെട്ടോളും, ഞാൻ കുഴപ്പമൊന്നുമില്ല, ഞാൻ നല്ലൊരു അവസ്ഥയിലാണെന്ന നിലക്ക് വഞ്ചിതനാകാൻ അള്ളാഹുവിനെ സംബന്ധിച്ച് ജഹ്ല് മതിയായതാകുന്നതാണ് എന്ന്. അസ്സബബുൽ ഖാമിസ്, അഞ്ചാമത്തെ കാരണം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത്, മഹബ്ബത്തുല്ലാഹി വഹിയ അഖ്വൽ അസ്ബാബ് ഫി സ്സബ്രി അൻ മുഖാലഫതിഹി വമആസിഹി. പ്രധാനപ്പെട്ട കാരണമായിട്ട് ഇബ്നു ഖയ്യിം പറയാണ് മഹബ്ബത്തുല്ലാഹ്, അള്ളാഹുവിനോടുള്ള ഇഷ്ടമുണ്ടാവുക എന്നുള്ളത്. അള്ളാഹുവിനോടുള്ള ഇഷ്ടം. വഹിയ അഖ്വൽ അസ്ബാബ് ഫി സ്സബ്രി അൻ മുഖാലഫതിഹി വമആസിഹി. അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിനും അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കുന്നതിനുമുള്ള, അത് പിടിച്ചു നിൽക്കാൻ, അതിൽ സബർ ഉണ്ടാകാനുള്ള സബർ ഉണ്ടാകുക പറഞ്ഞാൽ അത് വരാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമാണ് അള്ളാഹുവിനോടുള്ള ഇഷ്ടമുണ്ടാവുക എന്നത്. ഫൈനൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ. കാരണം ഒരാൾ മറ്റൊരാളെ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ ആ ഇഷ്ടപ്പെടുന്നത് ആരെയാണോ അവനെ അനുസരിക്കുന്ന ആളായി തീരും. അതായത് ഒരാൾ വേറൊരാളെ ഇഷ്ടപ്പെടുന്നുണ്ട്, അത് ആരെയാണോ അവൻ ഇഷ്ടപ്പെടുന്നത് അവൻ പറയുന്നതെല്ലാം അനുസരിക്കുന്ന ഒരാളായിട്ട് ഈ മുഹിബ് മാറുകയുള്ളൂ. അപ്പൊ പറഞ്ഞെന്താണ്, നമുക്ക് പാപങ്ങൾ സംഭവിക്കുക, അള്ളാഹുവിനെ ധിക്കരിക്കുക, അള്ളാഹുവിന്റെ കൽപ്പനകൾക്കെതിരെ പ്രവർത്തിക്കുക, അള്ളാഹു ചെയ്യരുത് പറഞ്ഞത് ചെയ്യുക, ഇതിന്റെയൊക്കെ അടിസ്ഥാനപ്പെട്ട ഒരു ആശയം വരുന്നത് നമുക്ക് അള്ളാഹുവിനോടുള്ള ഇഷ്ടം അത് ശരിയായ രീതിയിലല്ല, അള്ളാഹുവിനോടുള്ള മഹബ്ബത്ത് ശരിയായ രീതിയിലല്ല. വകുല്ലമാ ഖവിയ സുൽത്താനുൽ മഹബ്ബത്തി ഫിൽ ഖൽബി. എപ്പോഴെല്ലാം ഒരാളുടെ കൽബിൽ അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിന്റെ സ്വാധീനം അത് ശക്തിപ്പെടുന്നുവോ, കാന ഇഖ്തിലാഹു ലിത്താഅതി വതർഖിൽ മുഖാലഫതി അഖ്വാ. അവൻ അള്ളാഹുവിനെ അനുസരിക്കാനും അള്ളാഹുവിന്റെ കൽപ്പനകളോട് എതിരാകുന്നത് ഒഴിവാക്കാനും അത് അള്ളാഹുവിന് എതിരാകുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കാനുമുള്ള ശേഷി അവൻ ശക്തിപ്പെടും. അള്ളാഹുവിനെ അനുസരിക്കാനും പാപങ്ങൾ ഒഴിവാക്കാനുമുള്ള ശേഷി ശക്തിപ്പെടും. എപ്പോൾ, എത്രത്തോളം അവൻ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ. വൈന്നമാ തസ്ദുറുൽ മഅസിയതു വൽ മുഖാലഫതു മിൻ ദഅഫിൽ മഹബ്ബതി വസുൽത്താനിഹാ. ഒരാളിൽ നിന്ന് പാപങ്ങൾ സംഭവിക്കുന്നത് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് എതിരുണ്ടാകുന്നതെല്ലാം അവന് അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിലും അതിന്റെ സ്വാധീനത്തിലും കുറവുള്ളത് കൊണ്ടാണ്. വഫർഖുൻ ബൈനമാ യഹ്മിലുഹു അലാ തർകി മഅസിയതി സയ്യിദിഹി ഖൗഫുഹു മിൻ സൗതിഹി വഇഖൂബതിഹി വബൈന മൻ യഹ്മിലുഹു അലാ ദാലിക ഹുബ്ബുഹു ലിസയ്യിദിഹി. ഇവിടെ പറയാണ്, ഒരാൾ അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് പാപം ഒഴിവാക്കുന്നതും അള്ളാഹുവിനോടുള്ള ഇഷ്ടം കാരണത്താൽ പാപം ഒഴിവാക്കുന്നതും രണ്ടും വ്യത്യാസമാണ്. അള്ളാഹുവിന്റെ ശിക്ഷയും കാര്യങ്ങളൊക്കെ ഭയപ്പെട്ടിട്ട് ഒരു തെറ്റൊഴിവാക്കുന്നതും തന്റെ യജമാനന്റെ ശിക്ഷയെ ഭയപ്പെട്ട് തെറ്റൊഴിവാക്കുന്നതും അള്ളാഹുവിനോടുള്ള ഇഷ്ടം കാരണത്താൽ തെറ്റൊഴിവാക്കുന്നതും രണ്ടാണ്. വഫി ഹാദാ ഖാല ഉമർ. ആ ഒരു ആശയത്തിലാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നിഅമൽ അബ്ദു സുഹൈബുൻ ലൗ ലം യഖഫില്ലാഹ് ലം യഅസിഹി. സുഹൈബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയാണ്, സുഹൈബ് എന്ത് നല്ലൊരു അടിമയാണ്, അവൻ അള്ളാഹുവിനെ ഭയപ്പെട്ടിട്ടില്ലെങ്കിലും അവൻ അള്ളാഹുവിനെ ധിക്കരിക്കില്ല. അവൻ അള്ളാഹുവിനോട് ഭയമില്ലെങ്കിലും, ഭയമുണ്ടാകും, പക്ഷെ ഭയമില്ലെങ്കിലും അവൻ അള്ളാഹുവിനോട് അനുസരണക്കേട് ചെയ്യില്ല. എന്താ അതിന്റെ ആശയം? യഅനി, അതുകൊണ്ട് ഉദ്ദേശിച്ചത് അന്നഹു ലൗ ലം യഖഫ് മിൻ അല്ലാഹി ലകാന ഫീ ഖൽബിഹി മിൻ മഹബ്ബത്തില്ലാഹ്. അവൻ അള്ളാഹുവിനെ അള്ളാഹുവിനോടുള്ള ഭയം ഇല്ല വിചാരിക്കുക, ലൗ എന്ന് ഉപയോഗിച്ചിട്ട് അങ്ങനെ ചിന്തിച്ചാൽ തന്നെയും അവൻ എന്ത് ചെയ്യില്ല, അള്ളാഹുവിനെ ധിക്കരിക്കില്ല. കാരണം ലകാന ഫീ ഖൽബിഹി മിൻ മഹബ്ബത്തില്ലാഹ്, അവന്റെ ഖൽബിൽ അള്ളാഹുവിനോടുള്ള ഇഷ്ടമുണ്ട്. വൈജിലാലിഹി മാ യംനഉഹു മിൻ മഅസിയതിഹി,
അതുപോലെ അള്ളാഹുവിന് കൊടുക്കുന്ന മഹത്വമുണ്ട്, ആദരവുണ്ട്, അത് തന്നെ അവന്റെ പാപത്തിൽ നിന്ന് അവനെ തടയുന്നതാണ്. അതായത് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാള് അയാൾക്ക് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ അയാൾ ചെയ്യരുത് എന്ന് പറഞ്ഞൊരു കാര്യം നമ്മൾ ചെയ്യുന്നൊരവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കി. നമുക്ക് സാധിക്കൂല, നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകും, നമ്മുടെ ഉള്ളിൽ വളരെയധികം ഒരു ഞെരുക്കുണ്ടാവും. ആ ഒരു യാഥാർത്ഥ്യമാണ് ഇവിടെ പറയുന്നത്. എന്നിട്ട് പറയാണ് ഫൽ മുഹിബ്ബു സ്വാദിഖു അലൈഹി റഖീബുൻ മിൻ മഹ്ബൂബിഹി യർആ ഖൽബഹു വജവാരിഹു. ഒരാൾ മറ്റൊരാളെ സത്യസന്ധമായി സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ ആ സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയുടെ ഒരു നോട്ടം അല്ലെങ്കിൽ അവന്റെ എല്ലാ പരിഗണനയും എപ്പോഴും അവന്റെ കൽബിലും അവയവങ്ങളിലും ഉണ്ടാകും. വഅലാമത്തു സിദ്ഖിൽ മഹബ്ബത്തി ശുഹൂദു ഹാദർ റഖീബി വദവാമുഹു. ഇവന്റെ അഥവാ സ്നേഹിക്കുന്നവന്റെ ഇഷ്ടപ്പെടുന്നവന്റെ ഇഷ്ടത്തിനുള്ള തെളിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിന്റെ അടയാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ആ കാര്യം എപ്പോഴും സൂക്ഷിക്കുന്നു എന്നുള്ളതാണ്. അതായത് നാം ഒരാളെ സ്നേഹിക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്, അയാൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ പകർത്തുന്നു, അതെപ്പോഴും അത് ശ്രദ്ധിക്കുന്നു, അയാൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ നമ്മൾ ആ കാര്യം നോക്കുന്നു. അങ്ങനെ പരിഗണിക്കുന്നതിലാണ് അവന്റെ ഇഷ്ടത്തിനുള്ള അടയാളം എന്നുള്ളത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് തീർച്ചയായിട്ടും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തൊരു പ്രവർത്തനം വരാത്ത രീതിയിലായിരിക്കും ഉണ്ടാവുക. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് ദാഊദ് ദവായിലൊക്കെ ഈ ഒരു ആശയത്തെ വളരെ വിശാലമായി ചർച്ച ചെയ്യുന്നുണ്ട്. കാരണം നാം എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചലനം ചലിക്കുന്നുണ്ടെങ്കിലും അതിന്റെ അടിസ്ഥാനം ഇഷ്ടമാണ്. ഹബ്ബിന്റെ മേലെയാണ് മനുഷ്യന്റെ ചലനം നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് അള്ളാഹുവിന് വേണ്ടി ആക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മളെല്ലാം നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇവിടെ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് ഒരു ചർച്ച കൊണ്ടുവരുന്നുണ്ട്. പലപ്പോഴും പല ആളുകളുടെയും നമ്മുടെ എല്ലാം ചിന്തയിൽ ചിലപ്പോൾ വന്നിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ആലോചിച്ചിട്ടുള്ള അള്ളാഹുവിനെ മനസ്സിലാക്കിയിട്ടുള്ള ആളുകളുടെ ചിന്തയിൽ വന്നിട്ടുള്ള ഒരു കാര്യമാണ് ഇനി പറയുന്നത്. ഇവിടെ ഇബ്നു ഖയ്യിം പറയാണ് വഹാ ഹുനാ ലതീഫത്തുൻ യജിബു തനബ്ബുഹു ലഹാ. ഇവിടെ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ട, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെ ഗോപ്യമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്, വളരെ സബ്റ്റിലായിട്ട് നടക്കുന്ന ലതീഫായിട്ടുള്ള ഒരു കാര്യമാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വഹിയ അന്നൽ മഹബ്ബത്തൽ മുജറദത ലാ തൂജിബു ഹാദിഹിൽ അസർ മാ ലം തഖ്തരിൻ ബിഇജ്ലാലിൽ മെഹ്ബൂബി വതഅദീമിഹി. അതായത് ഒരാൾക്ക് അള്ളാഹുവിനോടുള്ള ഇഷ്ടം അത് മാത്രം എന്താകൂല, ഈ പറഞ്ഞ സ്വാധീനം ഉണ്ടാക്കൂല. നമ്മൾ പറഞ്ഞല്ലോ, അള്ളാഹുവിനോട് ഇഷ്ടപ്പെടുന്ന ഒരാള് അവൻ അള്ളാഹു ഇഷ്ടപ്പെടാത്ത പാപങ്ങൾ എന്ത് ചെയ്യും, ഒഴിവാക്കും പറഞ്ഞല്ലോ. അള്ളാഹുവിനോടുള്ള ഇഷ്ടം മാത്രം എന്താകൂല, ഈ ഒരു സ്വാധീനം അവരുണ്ടാക്കൂല. എന്തുകൂടി വേണം, അതിനോട് ചേർന്ന് വരണം ബി ഇജ്ലാലിൽ മെഹ്ബൂബി വ തഅലീമിഹി. അവൻ ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിന് കൊടുക്കേണ്ട ആദരവുകളും മഹത്വവും. ഇപ്പൊ നമ്മൾ ഒക്കെ ചിന്തിച്ചിട്ടുണ്ടാവും, എനിക്ക് അള്ളാഹിനെ നല്ല ഇഷ്ടമാണ്, ഞാൻ അള്ളാഹിനെ ഇഷ്ടപ്പെടുന്നുണ്ട്, അള്ളാഹിനെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് പാപങ്ങൾ ഒഴിവാക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ അള്ളാഹുമായിട്ട് വളരെ അടുത്ത ബന്ധം എനിക്ക് തോന്നാറുണ്ട്, അള്ളാഹുവിനെ കാണാനുള്ള ആഗ്രഹമുണ്ട്, അള്ളാഹുവിനെ ഓർത്ത് ഞാൻ കരയാറുണ്ട്, അള്ളാഹുവിനെ ഓർക്കാറുണ്ട്, എനിക്ക് അള്ളാഹുവിനെ ഭയങ്കര ഇഷ്ടമാണ്, എന്നിട്ടും എന്റെ ജീവിതത്തിൽ പാപങ്ങൾ സംഭവിക്കുന്നു, എനിക്ക് പാപങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത്. അവിടെ പറയാണ് ആ ഇഷ്ടം മാത്രം ഈ നേരത്തെ പറഞ്ഞ സ്വാധീനം ഉണ്ടാക്കൂല, അതിനോടൊപ്പം അള്ളാഹുവിന് കൊടുക്കേണ്ട ഇജ്ലാലും തഅലീമും വേണം എന്നിട്ട് പറയാണ്. ഫൈദാ ഖാറനഹാ ബിൽ ഇജ്ലാലി വത്തഅലീമി ഔജബത് ഹാദിൽ ഹയാ വത്താഅ. ആ ഇഷ്ടത്തിനോടൊപ്പം ഈ ഇജ്ലാലും അഥവാ അള്ളാഹുവിന് കൊടുക്കേണ്ട മഹത്വം, ആദരവ് എന്നീ കാര്യങ്ങൾ കൂടി ചേർന്ന് വന്നാൽ അള്ളാഹുവിനോടുള്ള ലജ്ജയും അനുസരണവും എല്ലാം ഉണ്ടാകും. വ ഇല്ല, ഇനി അതില്ല എങ്കിലോ, ഇഷ്ടം മാത്രമാണുള്ളത് എങ്കിലോ, ഫൽ മഹബ്ബത്തുൽ ഖാലിയതു അൻഹുമാ, ഇജ്ലാലും തഅലീമും ഇല്ലാത്ത മഹബ്ബത്ത് മാത്രമാണ് ഉള്ളത് എങ്കിൽ ഇന്നമാ തൂജിബു നൗഅ ഉൻസിൻ വൻബിസാത്തിൻ വതദക്കുരിൻ വഇശ്തിയാഖിൻ. ആ കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ ഒരാൾക്ക് എന്തുണ്ടാകും, അവനിടക്ക് തോന്നും, അള്ളാഹുവിനോട് അടുപ്പൊക്കെ തോന്നും, അള്ളാഹുവിനോട് അടുപ്പവും അള്ളാഹുവിനെ കാണാനുള്ള ആഗ്രഹവും അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റും ആ കാര്യങ്ങളൊക്കെ തോന്നും. അങ്ങനെ ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവും ആ ഇഷ്ടം കൊണ്ട്. പക്ഷേ അവന് തെറ്റുകൾ ഒഴിവാക്കാൻ പറ്റൂല, തെറ്റുകൾ ഒഴിവാക്കുന്ന അവസ്ഥയിലേക്ക് ഇഷ്ടത്തൂല. ഇഷ്ടം ഉണ്ടാവും, അള്ളാഹുവിനോടുള്ള ഇഷ്ടം ഉണ്ടാവും, ദിക്ർ ഉണ്ടാവും, കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അവൻ അള്ളാഹുവിനെ അടുത്ത ബന്ധമൊക്കെ തോന്നും. പക്ഷേ അത് കാരണം തെറ്റുകൾ ഒഴിവാക്കാൻ പറ്റൂല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഇജ്ലാലും തഅലീമും വേണ്ട പോലെ കൊടുക്കാത്തത് കൊണ്ടാണ്. പറഞ്ഞു വലിഹാദാ യതഖല്ലഫു അൻഹാ അസറുഹാ വമൂജിബുഹാ. ഈ ഇജ്ലാലും തഅലീമും മഹബ്ബത്തിനോടൊപ്പം ഇല്ലാത്തത് കൊണ്ടാണ് ഈ സ്വാധീനം, മഹബ്ബത്തിന്റെ സ്വാധീനം അവനിൽ ഉണ്ടാകാത്തത്. എന്നിട്ട് പറയാണ് യുഫത്തിഷുൽ അബ്ദു ഖൽബഹു. അവന്റെ ഒരു അടിമ അവന്റെ കൽബിനൊന്ന് ശരിക്ക് പരിശോധിച്ചു നോക്കട്ടെ. ഫയറാ നൗഅ മഹബ്ബത്തിൻ ലില്ലാ, അവന് കാണാൻ പറ്റും അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിന്റെ എന്തെങ്കിലും ഇനങ്ങളൊക്കെ അവന് കാണാൻ പറ്റും.
വലാകിൻ ലാ തഹ്മിലുഹു അലാ തർക്കി മആസി, പക്ഷേ ആ ഇഷ്ടം എന്താക്കുന്നില്ല, അവന് തെറ്റൊഴിവാക്കാൻ സാധിക്കുന്നില്ല. ഇഷ്ടം കൊണ്ട് തെറ്റൊഴിവാക്കാൻ അവന് പറ്റുന്നില്ല. വസബബു ദാലിക തജറുദുഹാ അനിൽ ഇജ്ലാലി വത്തഅദീമി, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ വരാനുള്ള കാരണം അള്ളാഹുവിന് കൊടുക്കേണ്ട ആദരവും ഗാംഭീര്യവും മഹത്വവും കൊടുക്കേണ്ട പോലെ കൊടുക്കാത്തത് കൊണ്ടാണ്. ഫമാ അമറൽ ഖൽബ ശൈഉൻ കൽ മഹബ്ബത്തിൽ മുഖ്തരിന ബിജ്ലാലില്ലാഹി വതഅദീമിഹി, ഒരാളുമില്ല അവന്റെ ഖൽബ് അള്ളാഹുവിനോടുള്ള ഇഷ്ടവും അള്ളാഹുവിന് കൊടുക്കേണ്ട ആദരവും മഹത്വവും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഉണ്ടായാൽ വതിൽക മിൻ അഫ്ളലി മവാഹിബില്ലാഹി ലിഅബ്ദിഹി ഔ അഫ്ളലിഹാ വദാലിക ഫദ്ലുല്ലാഹി യുതീഹി മൻ യശാ, അത് അള്ളാഹു നൽകുന്ന കാര്യങ്ങളിൽ ഏറ്റവും മഹത്തരമായിട്ടുള്ളതാണ്, ഏറ്റവും മഹത്തരമായിട്ടുള്ളതാണ്. അത് അള്ളാഹു തആല അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് നൽകുന്ന മഹത്തായ ഔദാര്യവുമാണ്. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒന്ന്, മഹബത്ത് അള്ളാഹുവിനോട് ഉണ്ടാവുക എന്നുള്ളത്, അത് അള്ളാഹുവിനെ അറിയണം, അള്ളാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളും പഠിച്ചും കേട്ടും കൊണ്ടേയിരിക്കണം, എന്നാലും അള്ളാഹുവിനോട് ഇഷ്ടം ഉണ്ടാവുള്ളൂ. വല്ലാഹി അള്ളാഹുവിനോട് നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടാവണോ, അള്ളാഹുവിനെ അറിയണം. അള്ളാഹുവിനെ അറിയണോ, അള്ളാഹുവിന്റെ നാമങ്ങളും വിശേഷങ്ങളും അറിയണം. ഇതില്ലാതെ ഒരിക്കലും അള്ളാഹുവിനോട് നമുക്ക് ഇഷ്ടം ഉണ്ടാവില്ല. ഇബ്നുൽ ഖയ്യിം പറഞ്ഞതുപോലെ മൻ അറഫ അല്ലാഹ ബി അസ്മാഇഹി വസിഫാതിഹി വഅഫ്ആലിഹി അഹബ്ബഹു ലാ മഹാല, അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളും പ്രവർത്തനങ്ങളിലും കൂടെ ഒരാൾക്ക് അള്ളാഹുവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ അള്ളാഹുവിനെ ഇഷ്ടപ്പെടാതിരിക്കാൻ സാധിക്കൂല, അതിന് സംശയമല്ല. ആ ഇഷ്ടത്തോടൊപ്പം അള്ളാഹുവിനോടുള്ള തഅദീം, അള്ളാഹുവിന്റെ ഗാംഭീര്യം, അള്ളാഹുവിന്റെ മഹത്വം, അള്ളാഹുവിന് കൊടുക്കേണ്ട ആദരവ്, അതുകൂടി ചേർന്ന് കഴിഞ്ഞാൽ മാത്രമേ ആ ഇഷ്ടം കൊണ്ടുള്ള പാപം ഒഴിവാക്കുക എന്നുള്ള ആ കാര്യം അവിടെ സംഭവിക്കുകയുള്ളൂ. അത് വളരെയധികം ഇത് ചിന്തിക്കുന്ന ആളുകൾക്ക് സ്വന്തം കൽബിനൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. വളരെ ചുരുങ്ങിയ രീതിയിൽ ഇബ്നു ഖയ്യിം ചർച്ച ചെയ്തിട്ടുള്ളത്. അസ്സബബു സാദിസ്, ആറാമത്തെ കാരണം, ഷറഫുൻ നഫ്സി വസകാഉഹാ വഫദ്ലുഹാ വഅൻഫതുഹാ വഹമിയതുഹാ, ഒരാളുടെ സ്വന്തം നഫ്സിന്റെ, സ്വന്തം ആത്മാവിന്റെയും സ്വന്തത്തിന്റെ വില, അതിന്റെ പരിശുദ്ധി, അതിന്റെ മഹത്വം, അതിന്റെ മൂല്യം, അതിന്റെ ആ പ്രാധാന്യം, ആ കാര്യം അൻ തഖ്താറ അൽഅസ്ബാബ അല്ലതി തഹത്തുഹാ വതളഉ മിൻ ഖദരിഹാ തുഹിത്തുഹാ വതളഉ മിൻ ഖദരിഹാ, ആ സ്വന്തം നഫ്സിന്റെ ആ വില, ആ സ്ഥാനം, ആ ഷറഫ് എന്നുള്ളത്, അത് അവനെ അതിന് താഴ്ത്തി കളയുന്ന കാര്യങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ നിന്ന് അവനെ തടയും. അതായത് പാപങ്ങളിൽ ക്ഷമ അല്ലെങ്കിൽ സബർ ഉണ്ടാവാനുള്ള കാരണമാണല്ലോ പറയുന്നത്. സ്വന്തത്തിന്റെ വില മനസ്സിലാവുക എന്നുള്ളത്, സ്വന്തം ഞാൻ എത്രത്തോളം ഷറഫുള്ള, അല്ലെങ്കിൽ ഞാൻ എത്രത്തോളം മാന്യനായിരിക്കണം, നല്ല ആളായിരിക്കണം എന്നുള്ളത്, ആ ബോധമുണ്ട് എങ്കിൽ അതിൽ നിന്ന് അവനെ താഴ്ത്തി കളയുന്ന നിന്ദ്യമായ മ്ലേച്ഛമായ കാര്യങ്ങൾ അവൻ എന്ത് ചെയ്യില്ല, തെരഞ്ഞെടുക്കില്ല എന്നുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഇബ്നുൽ ഖയ്യിം കിതാബുൽ ഫവായിദിൽ പറയുന്നുണ്ട്. നിനക്ക് പാപം ചെയ്യാൻ തോന്നുമ്പോ, നിനക്ക് തെറ്റിന് പ്രേരണ വരുമ്പോ നീ ഒന്ന് പുറത്തിറങ്ങുക, എന്നിട്ട് നീ ആകാശഭൂമികളിലേക്കൊക്കെ നോക്കുക. ഇതെല്ലാം സൃഷ്ടിക്കപ്പെട്ടത് നിനക്ക് വേണ്ടിയിട്ടാണ്, മനുഷ്യന് വേണ്ടിയിട്ടാണ്. ആകാശഭൂമികളിലുള്ള എല്ലാ ജന്തുജീവജാലങ്ങളെയും വൃക്ഷങ്ങളെയും പക്ഷികളെയും മൃഗങ്ങളെയും മത്സ്യങ്ങളെയും എല്ലാത്തിനെയും സൃഷ്ടിച്ചു കഴിഞ്ഞിട്ടാണ് ആറാമത്തെ ദിവസം വെള്ളിയാഴ്ച യൗമുൽ ജുമുഅയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചത്. അസറിന് ശേഷമുള്ള ഈ സമയത്ത് പിന്നെ ഒരു സൃഷ്ടിപ്പ് അള്ളാഹു നടത്തിയിട്ടില്ല. ഭൂമിയിലേക്ക് പിന്നെ ഒരു സൃഷ്ടിയെ അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല. ഇതെല്ലാം ഒരുക്കിയത് ആർക്ക് വേണ്ടിയിട്ടാ? മനുഷ്യന് വേണ്ടിയിട്ടാണ്. ആ മനുഷ്യൻ അള്ളാഹു നൽകിയിട്ടുള്ള ആദരവുണ്ട്. ആ വിലയാണ് നീ ഒരു തെറ്റ് ചെയ്യുമ്പോൾ നീ കളയുന്നത്. നീ ഒരു പാപം ചെയ്യുമ്പോൾ ആ വിലയാണ് കളയുന്നത്. പോട്ടെ, ആളുകളുടെ മുമ്പിൽ നിന്റെ സ്ഥാനം അല്ലെങ്കിൽ നിന്റെ വില, അതാണ് നീ കളയുന്നത്. അള്ളാഹുവിന്റെ അടുക്കൽ നിന്റെ സ്ഥാനം, നിന്റെ വില നീ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതായത് നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ ആലോചിച്ച് നോക്ക്. അള്ളാഹുവിന്റെ അടുക്കൽ അനുസരണ കൊണ്ട് നമുക്ക് മഹത്തരമായ സ്ഥാനം ലഭിക്കുമ്പോ പാപം ചെയ്താൽ എങ്ങനെയാണ് നമുക്ക് ലഭിക്കുക? എന്താണ് നമുക്ക് കിട്ടുക? ഒന്നുമില്ല, നമ്മൾ താഴ്ന്നു പോകും. താഴ്ന്ന ദർജയിലേക്ക് നമ്മൾ വീണു പോകും. സ്വന്തം നഫ്സിന്റെ സ്ഥാനം അത് താഴ്ന്നു പോകുന്ന, നിന്ദ്യമാകുന്ന അവസ്ഥ ഉണ്ടാകും. ഏറ്റവും നിന്ദ്യമായ താഴ്ന്ന അവസ്ഥയിലേക്ക് അവൻ എത്തിച്ചേരും. അതായത് നാം നമുക്കൊരു വില കൊടുക്കണം. നമ്മൾ ആലോചിച്ചാൽ മതി. നമ്മളിപ്പോ ഏതെങ്കിലും നമ്മുടെ നാടുകളിലൊക്കെ വഴിയരികിൽ മദ്യപിച്ച് വസ്ത്രമില്ലാതെ ലക്ക് കെട്ട് അഴുക്ക് ചാല് കിടക്കുന്ന ആളുകൾ ഉണ്ടാവും. അങ്ങനെയുള്ള ആളുകൾ മറ്റാളുകൾ എന്തെങ്കിലും വില കൊടുക്കുമോ? ഇല്ല.
ഒരു വിലയും കൊടുക്കൂല. ഇതുപോലെയാണ് നമ്മളൊരു പാപം ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ മുമ്പിൽ, അതായത് നമ്മൾ ചെയ്ത പാപത്തിന്റെ അളവനുസരിച്ചിട്ട് നമ്മൾ അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നതമായ ദർജയിൽ എത്തേണ്ട അടുത്ത് അവരെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഏറ്റവും നിന്ദ്യമായ അവസ്ഥയിലാകുന്നത്. എന്തിനാണ് സ്വന്തത്തിന്റെ വില ഇല്ലാതാക്കുന്നത്? നമ്മൾ ആരെങ്കിലും ആളുകളുടെ മുമ്പിൽ നിന്ദ്യമായൊരു കാര്യം ചെയ്യോ? ഇല്ല. മ്ലേച്ഛമായ കാര്യം ചെയ്യോ? ഇല്ല. നമ്മൾ നമ്മുടെ വില കാത്തു സൂക്ഷിക്കൂലേ? ഇപ്പൊ നമ്മുടെ ഒരു കല്യാണ സദസ്സിൽ പോയി, അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും സദസ്സിൽ പോയി നമ്മൾ മാന്യത ഇല്ലാത്തൊരു പ്രവർത്തനം ചെയ്യോ? ഇല്ല. കാരണം എന്താ? എനിക്കൊരു വിലയുണ്ട്, എനിക്കൊരു വില നൽകിയിട്ടുണ്ട്, അത് ഞാൻ ഇല്ലാതാക്കൂല. ഉറപ്പല്ലേ? ഏത് സന്ദർഭത്തിൽ ആലോചിച്ചാൽ മതി. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ അള്ളാഹുവിന് മുമ്പിൽ നമ്മൾ എന്തിനാണ് നമ്മുടെ വില നിന്ദ്യമാക്കുന്നത്? ഈ കാര്യങ്ങളെ തെരഞ്ഞെടുത്തുകൊണ്ട്, പാപങ്ങളെ തെരഞ്ഞെടുത്തുകൊണ്ട്. അസ്സബഉ സാബിഅ, ഏഴാമത്തേത് ഇബ്നു ഖയ്യിം വിശാലമായി എഴുതിയിട്ടുള്ള ഒരു കാര്യമാണ് ഏഴാമത്തെ കാരണം. കാരണം അത് ഒരു മനുഷ്യന് ബോധ്യപ്പെടേണ്ട ചിന്തകളാണ്. കുറച്ച് വേഗത്തിൽ തന്നെ നമുക്ക് വായിക്കാം. അസ്സബഉ സാബിഅ, ഏഴാമത്തേത് ഖുവ്വത്തുൽ ഇൽമി ബിസൂഇ ആഖിബിഹിൽ മഅസിയ വഖുബ്ഹി അസരിഹാ വദ്ദറരി നാശി മിൻഹാ. ഏഴാമത്തെ കാരണം പാപത്തിൽ സ്വന്തത്തെ പിടിച്ചു നിർത്താനുള്ളത്, ആ പാപം ചെയ്തു കഴിഞ്ഞാൽ അഥവാ ആ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിനുശേഷം എന്താണ് ഉണ്ടാവുക എന്നുള്ളതിനെ കുറിച്ചുള്ള അറിവിലുള്ള ശക്തി. അതായത് എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു തീ കത്തുന്നുണ്ട്. ആ തീ കത്തുമ്പോൾ ആ തീയിൽ നമ്മൾ പോയി കൈ വെക്കാത്ത എന്തുകൊണ്ടാണ്? ആ കൈ വെച്ചാൽ എനിക്ക് അതുകൊണ്ട് എന്താ സംഭവിക്കുക നല്ല ബോധം നമുക്കുണ്ടാകും, അറിയാലോ. അതുപോലെ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ, പാപം സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ അനന്തരഫലമായി എനിക്ക് എന്തെല്ലാം സംഭവിക്കും എന്നതിനെ കുറിച്ചുള്ള അറിവിലുള്ള ശക്തി. ഖുവ്വത്തുൽ ഇൽമി ബിസൂഇ ആഖിബത്തിൽ മഅസിയ, പാപത്തിന്റെ അവസാനമായി എനിക്ക് ഉണ്ടാകാൻ പോകുന്ന കാര്യത്തിനെ കുറിച്ചുള്ള അറിവ്. വഖുബ്ഹി അസരിഹാ, അതുപോലെ തന്നെ അതിന്റെ അനന്തരഫലമായി വരുന്ന കാര്യങ്ങളുടെ നിന്ദ്യത. വദ്ദറരി നാശി മിൻഹാ, ആ പാപം കൊണ്ട് വളരെ ഉണ്ടാകാൻ പോകുന്ന ദോഷങ്ങൾ, ഇതിനെക്കുറിച്ചുള്ള ബോധം ഉണ്ടാവുക എന്നുള്ളത്. സഹോദരങ്ങളെ, ഉൾക്കാഴ്ചയുള്ള ആളുകൾക്ക് ഇതറിഞ്ഞിട്ടുണ്ടാവും. ഇനി അതല്ല, അനുഭവങ്ങൾ കൊണ്ട് നമ്മളിൽ പലർക്കും അത് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. എന്നാൽ നമ്മൾ ചിന്തിച്ചിട്ടില്ലാത്ത, മനസ്സിലാക്കിയിട്ടില്ലാത്ത, ബോധ്യപ്പെട്ടിട്ടില്ലാത്ത പല കാര്യങ്ങളും ഇബ്നുൽ ഖയ്യിം ഈ ഒരു ബാബിൽ കൊടുക്കുന്നുണ്ട്. അതിൽപ്പെട്ട കാര്യങ്ങളാണ് മിൻ സവാദിൽ വജ്ഹ്, മുഖം ഇരുണ്ടുപോകും. പാപങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവന്റെ മുഖത്ത് ഒരിരുട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കും. സൽക്കർമ്മങ്ങൾ ചെയ്താലോ അവന്റെ മുഖത്ത് ഒരു പ്രകാശം ഉണ്ടാകും. അത് അവന് മനസ്സിലാകില്ല, അവന്റെ ചുറ്റുമുള്ള ആളുകൾക്ക് അത് ബോധ്യപ്പെടും. വദുൽമത്തിൽ ഖൽബി വദീഖിഹി വഗമ്മിഹി, ഖൽബിൽ അന്ധതയുണ്ടാക്കും, അന്ധകാരമുണ്ടാക്കും. അതുപോലെ തന്നെ ഖൽബ് ഇടുങ്ങിയതാകും. ഖൽബിന് എപ്പോഴും ടെൻഷനാകുന്ന, വെപ്രാളമാകുന്ന അവസ്ഥയുണ്ടാവും. പാപങ്ങൾ സംഭവിച്ചാൽ നമ്മുടെ ഖൽബിന്റെ സമാധാനം നഷ്ടപ്പെടും, ഒരു ഇടുക്കം അനുഭവിക്കേണ്ടി വരും. വഹുസ്നിഹി വഅലമിഹി വഇൻഹിസാരിഹി, അതുപോലെ തന്നെ വേദനകൾ, ദുഃഖം, നിരാശ, ഇതെല്ലാം ഖൽബിനെ ബാധിക്കും. വശിദ്ദതി ഖലഖിഹി വഇദ്തിറാബിഹി, അതുപോലെ തന്നെ വളരെയധികം, ഖലഖ് എന്ന് പറഞ്ഞാൽ അങ്ങേറ്റത്തെ ടെൻഷൻ, ഇദ്തിറാബ് എന്നുള്ളതിനിപ്പോ ബേജാറ് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു അവസ്ഥ ഖൽബിനുണ്ടാകും. വതമസ്സുഖ് ശംലിഹി വദഅഫിഹി അൻ മുഖാവമതി അദുവിഹി, അവന്റെ കാര്യങ്ങളെല്ലാം കീറിപ്പറിഞ്ഞ അവസ്ഥയിലാവും. അവന്റെ എല്ലാ കാര്യങ്ങളും കീറിപ്പറിഞ്ഞ അവസ്ഥയിൽ, അവന്റെ ശത്രുവിനെതിരെ നേരെ ചൊവ്വെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവൻ വീണുപോകും. ഒന്നും ശരിയായി നടക്കാത്ത അവസ്ഥ ഉണ്ടാകും. വതഅരീഹി മിൻ സീനതിഹി, അവന്റെ അലങ്കാരങ്ങളൊക്കെ ഊരിപ്പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അവന് അലങ്കാരമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം നീങ്ങിപ്പോകുന്ന അവസ്ഥ ഉണ്ടാവും. വൽഹയറതി ഫി അംരിഹി, അവന്റെ കാര്യങ്ങളിലെല്ലാം കൺഫ്യൂഷൻ ആയിരിക്കും. ഒരു കാര്യവും ശരിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് കിട്ടൂല. എന്താ ഞാൻ ചെയ്യാൻ, ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടത്? ഭൗതികമായതാവട്ടെ, കുടുംബജീവിതത്തിലാവട്ടെ, വ്യക്തിപരമായ ജീവിതത്തിലാവട്ടെ, അവന് എപ്പോഴും കൺഫ്യൂഷൻ ആയിരിക്കും. വതഖല്ലി വലിയിഹി വനാസിരിഹി അൻഹു, അവന്റെ വലിയായിട്ടുള്ള അഥവാ അവനെ സഹായിക്കുന്ന വലിയായിട്ടുള്ള അള്ളാഹു അവനിൽ നിന്ന് ഒഴിവായി പോകും. അഥവാ അവന് അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായം ഇല്ലാതെയാകും. വതവല്ലി അദുവിഹിൽ മുബീനി ലഹു, അവന് വ്യക്തമാക്കി കൊടുത്തിട്ടുള്ള ശത്രു അവന്റെ ഒപ്പം കൂടും, അഥവാ പിശാച് അവന്റെ ഒപ്പം കൂടും. ഇതൊക്കെ പാപം ചെയ്താൽ സംഭവിക്കുന്ന കേട്ടോ. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന കാര്യമാണ്. നമ്മളൊരു തെറ്റ് ചെയ്താൽ അതൊരു മനുഷ്യൻ കണ്ടില്ല എന്ന് വിചാരിക്കുക, ഒരു മനുഷ്യൻ അറിഞ്ഞില്ല വിചാരിക്കുക, ആരും അറിഞ്ഞിട്ടില്ല വിചാരിക്കുക. അത് ഏത് മേഖലയാവട്ടെ,
നമ്മുടെ കച്ചവടത്തിലാവട്ടെ, സാമ്പത്തിക മേഖല ആവട്ടെ, വ്യക്തിപരമായ ജീവിതമാവട്ടെ, സ്വഭാവമാവട്ടെ, എന്തോ ആവട്ടെ, നമ്മൾ തെറ്റ് ചെയ്തോ ഈ അനന്തര ഫലങ്ങളിൽ ഏതെങ്കിലും എല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകും. നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാവും. ചിലപ്പോൾ ഈ ദർസ് കേട്ട് കഴിഞ്ഞു പോകുമ്പോൾ, അതായത് ഇബ്നുൽ ഖയ്യിം പറഞ്ഞ ഈ കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലോ, അത് ഇന്ന തെറ്റുകൊണ്ടായിരിക്കാമല്ലോ എന്ന് നമുക്ക് ബോധ്യപ്പെടും. അതല്ലെങ്കിൽ ഭാവിയിൽ അത് ഒഴിവാക്കാൻ ഒരു വലിയൊരു പ്രേരണയായിരിക്കും. അതുപോലെ അവന് കിട്ടേണ്ടതായിട്ടുള്ള ഇൽമ്, അവന് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള, അവന് ബോധ്യപ്പെടുന്ന ഇൽമ് അത് മങ്ങിപ്പോകും. അത് അവനിൽ നിന്ന് മങ്ങിപ്പോകും, അവന് മനസ്സിലാവാതെ പോകും. അവന് ഒന്നുകിൽ പഠിച്ച കാര്യങ്ങൾ, അവന് കിട്ടിയ ഇൽമ് അത് മറന്നുപോകും, അല്ലെങ്കിൽ അതിൽ ദുർബലത വരും. വളരെ മൂർദിച്ച രോഗങ്ങൾ അവന് ബാധിക്കും, അതിലൂടെ മരണം നിർബന്ധമാകുന്ന അവസ്ഥയുണ്ടാവും. എന്താ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വലബുദ് ഫൈന ദുനൂബ തുമിയത്തുൽ ഖുലൂബ്, അവന്റെ കൽബ് ചത്തുപോകുന്ന അവസ്ഥയുണ്ടാവും, അവന്റെ കൽബിന് ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാവും. നമ്മൾ ഗൗരവത്തിൽ ആലോചിച്ച് നോക്കണം. കാരണം നമ്മുടെ എല്ലാം ജീവിതത്തിൽ കാലദൈർഘ്യം കൊണ്ട് എന്താണ് ഉണ്ടാകുന്നത്? നമുക്ക് നമ്മുടെ പ്രായം കൂടുന്നു, മരണത്തിലേക്ക് അടുക്കുന്നു, നമ്മുടെ ആയുസ് തീർന്നു പോകുന്നു. അള്ളാഹുവിലേക്ക് അടുക്കുകയാണോ ചെയ്തത്, അതോ 10 വർഷം മുമ്പുള്ളതിനേക്കാൾ അള്ളാഹുവിനെ അകലുകയാണോ ചെയ്തത്? അള്ളാഹുവിലേക്കുള്ള സൽക്കർമ്മങ്ങൾ, പരലോകത്തേക്കുള്ള വിഭവങ്ങൾ ഒരുക്കുന്നതിൽ നമുക്ക് കൂടുതൽ ഒരുക്കാനാണോ സാധിക്കുന്നത്, അഥവാ ഒരുക്കി വെച്ചതിനൊക്കെ തകർത്ത് കളയുന്ന കാര്യങ്ങളാണോ സംഭവിക്കുന്നത്? നമ്മൾ ശരിക്കും ആലോചിക്കേണ്ട കാര്യമാണ്. അപ്പൊ ഇതെല്ലാം പാപങ്ങൾ അനന്തരം. ഇത് മനസ്സിലാവാത്ത എന്തുകൊണ്ടാ അറിയോ? ഇതെന്തുകൊണ്ട് നമുക്ക് മനസ്സിലാവാത്തറിയോ? കൽബ് ചിലപ്പോൾ ചത്തുപോയ കൽബിന് നമുക്ക് മനസ്സിലാവൂല. നമ്മൾ ഇന്നെ തെറ്റുകൾ ചെയ്യുന്നുണ്ട്, ഇന്നെ നന്മകൾ നമ്മൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അത് ശ്രദ്ധയില്ലാതെ പോകുന്ന എന്തുകൊണ്ടാ? കൽബ് ചത്തുപോയിട്ടുണ്ടാകും. അതാണ് മരിച്ച ഒരാളെ നമ്മൾ കുത്തി വേദനിപ്പിച്ചാൽ വേദനിക്കോ? ഇല്ല. കൽബ് ചത്തുപോയാൽ നമ്മൾ എന്ത് സംഭവിച്ചാലും അറിയുകയുമില്ല. ഇബ്നുൽ ഖയ്യിം ധാരാളം അനന്തരഫലങ്ങൾ, പാപത്തിന്റെ അനന്തരഫലങ്ങളായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. വമിൻഹ, അതിൽപ്പെട്ടതാണ് ദുല്ലുഹു ബഅദ ഇസ്സിഹി, അവന് ലഭിച്ച പ്രതാപത്തിന് ശേഷം അവന് നിന്ദ്യതയുണ്ടാകും. ആളുകൾക്ക് മുമ്പിൽ, സമൂഹത്തിൽ, അവന്റെ സ്വന്തത്തിൽ തന്നെ അവനൊരു ഇജ്ജത്ത് ഉണ്ടാകും, അത് നിന്ദ്യതയായി തീരും. അവൻ ആരെ കാണുമ്പോൾ എല്ലാവർക്കും അവനോട് ഒരു പുച്ഛമുള്ള പോലെ അവന് തോന്നും. അവൻ ചിലപ്പോൾ നല്ല സ്ഥാനത്ത്, ഉന്നതമായ സ്ഥാനത്തൊക്കെ ആയിരിക്കും, പക്ഷെ അവന്റെ ഉള്ളിൽ എല്ലാവർക്കും അവനോട് ഒരു പുച്ഛമുള്ളതുപോലെ തോന്നിക്കൊണ്ടേയിരിക്കും. വമിൻഹ, അതിൽപ്പെട്ടതാണ് അന്നഹു യസീറു അസീറൻ ഫി യദി അദാഇഹി ബഅദ അൻ കാന മലികൻ മുതസർരിഫൻ യഖാഫുഹു അദാഉഹു, അവന്റെ ശത്രുക്കളെല്ലാം അവനെ ഭയപ്പെടുന്ന ഒരു അവസ്ഥയിലായിരുന്നതിൽ നിന്ന് മാറി ശത്രുക്കളുടെ കെണിയിലകപ്പെട്ട, പിടുത്തത്തിലകപ്പെട്ട ഒരു ബന്ദിയായിട്ട് അവൻ തീരും. അവന്റെ കീഴിലുണ്ടായിരുന്ന അവന്റെ ശത്രുക്കളിലെ അടിമയായിട്ട്, ബന്ദിയായിട്ട് അവൻ മാറിത്തീരുന്ന അവസ്ഥയുണ്ടാകും. അതാ നിന്ദ്യതയുണ്ടാകും. വമിൻഹ അന്നഹു يضعف تأثيره فلا يبقى له نفوذ في رعيته ولا في الخارج, അവന്റെ സ്വാധീനം കുറയും, അവന്റെ മറ്റുള്ളവരുടെ മേലുള്ള സ്വാധീനം കുറയും. അവന്റെ കീഴിലുള്ള ആളുകളുടെ മുമ്പിൽ ഉണ്ടാവില്ല, അവന്റെ പുറത്തുള്ള ആളുകളുടെ മുമ്പിൽ ഉണ്ടാവില്ല. ഒരു സ്വാധീനം ആളുകളുടെ മേലെ ഉണ്ടാവുമല്ലോ, അത് കുറഞ്ഞ് ഒന്നുമില്ലാത്ത അവസ്ഥ വരും. ഫലാ റഇയതഹു തുതിഉഹു ഇദാ അമറഹാ ഫലാ യൻഫുദു ഫീ ഗൈരിഹിം, അവന്റെ കീഴിലുള്ള ആളുകൾ അവൻ പറഞ്ഞാൽ അനുസരിക്കൂല, ബാക്കിയുള്ള ആളുകൾ അവനൊരു വിലയും കൊടുക്കൂല. വമിൻഹാ ജവാലു അംനിഹി വതബദ്ദുലിഹി ബിഹി മഖാഫതൻ, അവന്റെ നിർഭയത്വം നഷ്ടപ്പെടും, പകരം ഭയമാകുന്ന അവസ്ഥ ഉണ്ടാകും. നിർഭയത്വം നഷ്ടപ്പെട്ട് ഭയപ്പാടാകുന്ന അവസ്ഥയുണ്ടാകും. ഏറ്റവും ഭയപ്പെടുന്ന ആള് ഏറ്റവും പാപം ചെയ്യുന്ന ആളായിരിക്കും. ഏറ്റവും ഭയം ഉള്ളിലുണ്ടാകുന്ന ആള് ഏറ്റവും പാപം ചെയ്യും. ഭയം പറഞ്ഞാല് ഒരു ബേജാറുള്ള ഭയം, എന്തിനേയും പേടിക്കുന്ന അവസ്ഥ. നമ്മൾ ആലോചിച്ച്, നമ്മൾ തെറ്റിയത് നമുക്ക് ഇതൊക്കെ വരും. നമ്മളൊരു പാപം ചെയ്തു കഴിഞ്ഞാൽ ഇന്നലെ വരെ ഉണ്ടായിരുന്ന അവസ്ഥയല്ല ഉണ്ടാവുക, നമ്മുടെ ഉള്ളിൽ എവിടുന്നോ ഇല്ലാത്തൊരു പേടി വരും, എവിടുന്നോ ഇല്ലാത്ത ബേജാറ് വരും. പക്ഷെ നമുക്കത് ഇതാണ് കാരണമെന്ന് ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. വമിൻഹ സവാലുൽ ഉൻസി വലിസ്തിബ്ദാലു ബിഹി വഹ്ശതൻ, അള്ളാഹുമായിട്ട്, ഉൻസ് എന്ന് പറഞ്ഞാൽ അള്ളാഹുമായിട്ടുള്ള അടുത്ത ബന്ധം അത് നീങ്ങിപ്പോയിട്ട് ഏകാന്തത അനുഭവിക്കുന്ന അവസ്ഥയുണ്ടാവും. അള്ളാഹുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ ഒറ്റപ്പെട്ട ഏകാന്തമായി പോകുന്ന അവസ്ഥ. എത്രത്തോളം പാപങ്ങൾ ഒരുത്തരിൽ വർദ്ധിക്കുന്നുവോ അത്രത്തോളം അവന്റെ ജീവിതത്തിൽ ഏകാന്തതയും വർദ്ധിക്കും. അതായത് നമുക്ക് അള്ളാഹുമായിട്ട് വലിയൊരു ബന്ധം കിട്ടും. അള്ളാഹുവിനെ അറിഞ്ഞ് അള്ളാഹുവിനെ ആരാധിക്കുമ്പോ, അള്ളാഹുവിലേക്ക് അടുക്കുമ്പോ നമുക്ക് അള്ളാഹുമായിട്ട് വളരെ അടുക്കാൻ പറ്റും. പക്ഷെ അതൊന്നുമില്ലാതെ
അള്ളാഹുമായിട്ടുള്ള ബന്ധം വിട്ടുകഴിഞ്ഞാൽ ഏകാന്തമായ ഒരു വഹ്ശത്ത്, ഒരു ഒറ്റപ്പെട്ട അവസ്ഥ, ആരും ഇല്ലാത്തൊരവസ്ഥ അതായിത്തീരും. അത് പാപം കൂടുന്നതനുസരിച്ചിട്ട് അതും കൂടും. വമിൻഹാ ജവാലു ജുബാ വസ്തിബ്ദാലുഹു ബിസ്സഖത്ത്, അള്ളാഹ് തൃപ്തി നഷ്ടപ്പെടും, അള്ളാഹുവിന്റെ തൃപ്തി നീങ്ങിപ്പോകും, അവന് ജീവിതത്തിൽ മൊത്തത്തിൽ തൃപ്തി എന്നുള്ള അവസ്ഥ ഇല്ലാതെയാകും, അള്ളാഹുവിന്റെ വെറുപ്പും കോപവും അവന്റെ മേലെ നിർബന്ധമാകും. വമിൻഹാ ജവാലു തുമഅനീനതി ബില്ലാഹി വസുകൂനി ഇലൈഹി വൽ ഈവാഹി ഇൻദഹു, അള്ളാഹുവിലേക്ക് അടുക്കുന്നതോടുകൂടി കിട്ടുന്ന സമാധാനം, ശാന്തത, ഇതൊക്കെ നീങ്ങിപ്പോകും. വിസ്തിബ്ദാലുഹു ബിത്തർദി വൽ ബുഅദി മിൻഹു, അതിന് പകരം അള്ളാഹുവിൽ നിന്ന് അകറ്റപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തോന്നിയിട്ടില്ലേ, ഒരു സമയത്ത് നമുക്ക് അള്ളാഹുമായിട്ട് വളരെ അടുത്ത ബന്ധം കിട്ടുന്നത്, നമ്മൾ കൃത്യമായി ഖുർആൻ പാരായണം ചെയ്യുന്നു, ഫർളും സുന്നത്തുകളും നിസ്കരിക്കുന്നു, രാത്രി നിസ്കരിക്കുന്നു, പാപങ്ങൾ ചെയ്യുന്നില്ല, അള്ളാഹുവിനോട് ധാരാളം ദുആ ചെയ്യുന്നു, ഇൽമ് കേൾക്കുന്നു, ഇൽമ് പ്രചരിപ്പിക്കുന്നു, ആളുകൾക്ക് സ്വതക്ക നൽകുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുന്നു. ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലം നമുക്ക് മനസ്സെന്തായിരിക്കും അവസ്ഥ? എന്നാൽ ഇതില്ലാതെ തെറ്റുകൾ മുഴുകുന്ന ഒരു അവസ്ഥ, നമ്മുടെ മനസ്സിന്റെ അവസ്ഥ എന്തായിരിക്കും? അതാണ് പറയുന്നത്, ആ ശാന്തതയെല്ലാം നഷ്ടപ്പെടും. വമിൻഹ, അതിൽപ്പെട്ടതാണ് നിരാശയുടെയും ഖേദങ്ങളുടെയും കിണറിൽ അവൻ വീണുപോകും, അങ്ങേയറ്റത്തെ ഖേദത്തിന്റെ. ഫലാ യസാലു ഫീ ഹസ്റത്തിൻ ദായിമത്തിൻ, അവന് നിലനിൽക്കുന്ന ഖേദമായിരിക്കും. കുല്ലമാ നാല ലദ്ദതൻ നാസഅത്ഹു നഫ്സുഹു ഇലാ നദീരിഹാ, ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാൻ അധികം ആളുകൾക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ്. അതായത് കുല്ലമാ നാല ലദ്ദതൻ നാസഅത്ഹു നഫ്സുഹു ഇലാ നദീരിഹാ, ഒരാളുടെ മനസ്സ്, അവൻ ആ മനസ്സ് ഇഷ്ടപ്പെടുന്ന ഒരു ആസ്വാദനം, അതായത് നഫ്സ് ഇഷ്ടപ്പെടുന്ന തെറ്റ് പോലുള്ള ആസ്വാദനം, അതിന് നല്ലതായി തോന്നുന്ന ആസ്വാദനം, അത് എത്ര കിട്ടിയാലും ഇല്ലം യഖ്ദി മിൻഹാ വതറൻ, അത് അവനെ ഉപയോഗിച്ചത് ആവശ്യത്തിന് കിട്ടി, അതവന് വേണ്ട പോലെ ആയിണ്ടാവില്ല. ഔ ഇലാ ഗൈരിഹാ ഇൻ ഖവാ വതറഹു മിൻഹാ, ഇനി അതല്ലെങ്കിൽ അവൻ അടുത്തയിലേക്ക് പോകും. അതായത് ഒരു തെറ്റ് ചെയ്തിട്ട് ഒരു ആസ്വാദനം കിട്ടിക്കഴിഞ്ഞാൽ അവന് മതിയാവില്ല, പിന്നെ അത് അതിന്റെ അടുത്തയിലേക്ക് പോകും, ഇനി കുറച്ചുകൂടി വേണമെന്നാവും. വമാ യഅ്ജിസു അൻഹു മിൻ ദാലിക അദ്ആഫ മാ യഖ്ദിറു അലൈഹി, അങ്ങനെ അത് കഴിഞ്ഞ് അടുത്തത് അവന് പറ്റാത്ത അവസ്ഥയ്ക്ക് എത്തും. അതായത് ഒന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ, ഒരാൾ ഒരു 10 രൂപ കട്ടെടുത്ത് വിചാരിക്കാം, പിന്നെ അവന് അത് മതിയാവില്ല, അടുത്തത് 100 ആവും, പിന്നെ 1000 ആവും, പിന്നെ അങ്ങനെ എടുക്കുക വിചാരിക്കാം, 10,000 ആവും, പിന്നെ അവൻ 1 ലക്ഷം എടുക്കാനാവും, പിന്നെ അതിലും കൂടുതൽ എടുക്കണം എന്ന് അവന് ആഗ്രഹം ഉണ്ടാവും, അതിനുള്ള വഴി ഇല്ലാതെയാവും. അവൻ എടുക്കണം എന്നുള്ള ആഗ്രഹം കൂടിയിട്ട് അവന് പറ്റാത്ത അവസ്ഥ വരും, അങ്ങനെ വല്ലാത്തൊരു ഞെരുക്കായി തീരും. അങ്ങനെ അവന് ഇതൊക്കെ ആവശ്യമുണ്ട് എന്നുള്ള ആഗ്രഹവും ഇതൊന്നും നടക്കൂല എന്നുള്ള അവസ്ഥയും വരുന്ന സമയത്ത് അവന്റെ ഖേദവും നിരാശയും വിഷമവും കൂടും. അതായത് തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ തെറ്റുകൾ കൂടുതൽ ചെയ്യാൻ പോകും. ആ ചെയ്യുന്നത് വീണ്ടും അവൻ എന്താകും, ഇനി കിട്ടാനില്ലല്ലോ എന്നുള്ള ഖേദമുണ്ടായി പാപങ്ങൾ ചെയ്യുന്തോറും അവസ്ഥ ഉണ്ടാവുക. അവന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാളെ പരലോകത്ത് കത്തിപ്പടരുന്ന തീയിന്റെ, അള്ളാഹുവിന്റെ തീയിന് മുമ്പ് തന്നെ അവന്റെ കൽബ് ഇവിടെ ഒരു തീയിൽ കടന്നു എരിയുന്നത് പോലെയായിരിക്കും. അവൻ അത്രയും വെന്തുരുകുന്ന അവസ്ഥയുണ്ടാവുക. അല്ലത്തി തത്തലു അൽ അഫിദ, നെഞ്ചിലേക്ക് പടർന്നു കയറുന്ന പരലോകത്തെ തീയിന് മുമ്പ് ഇവിടെ പടർന്നു കയറുന്ന തീയായിരിക്കും അത്. വമിൻഹ, അതുപോലെ തന്നെ ഫഖ്റുഹു ബഅദ ഗിനാഹ്, അവന്റെ ധന്യതയ്ക്ക് ശേഷം, അവന്റെ ഐശ്വര്യത്തിന് ശേഷം അവന് ദാരിദ്ര്യം സംഭവിക്കും. ഫഇന്നഹു കാന ഗനിയൻ ബിമാ മഅഹു മിൻ റഅസി മാലിൽ ഈമാൻ, കാരണം അവൻ പാപം ചെയ്യുന്നതിന് മുമ്പ് അവൻ സമ്പന്നനായിരുന്നു. സമ്പന്നത എന്ന് പറയുന്നത് അവന്റെ സമ്പത്ത് എന്താണ്? ഈമാനാണ്. വഹുവ യത്തജിറു ബിഹി വയർബഹുൽ അർബാഹൽ കസീറ, അവൻ ആ ഈമാൻ കൊണ്ട് കച്ചവടം ചെയ്ത്, അള്ളാഹുവിനോടുള്ള കച്ചവടം ചെയ്ത് ധാരാളം ലാഭം നേടിയിട്ടുണ്ടാകും. ഫൈദാ സുലിബ റഅസ മാലിഹി അസ്ബഹ ഫഖീറൻ മുഅദിമൻ, എന്നാൽ അവന്റെ ഈ ഈമാൻ, അതിപ്പോ പാപം ചെയ്യുമ്പോൾ ഈമാൻ പോകാൻ പറഞ്ഞല്ലോ, അത് പോയി കഴിഞ്ഞാൽ പിന്നെ അവൻ ദരിദ്രനായി തീരുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. فإما يسعى بتحصيل رأس مال آخر بالتوبة النصوح والجد والتشمير, ഒന്നെങ്കിൽ അവന്റെ ഈ മൂലധനം, ഈമാൻ എന്നുള്ള മൂലധനം വേറെ ഏതെങ്കിലും വഴിയിലൂടെ വീണ്ടും എടുക്കണം. അതായത് തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങി അവൻ തിരിച്ചെടുക്കണം, പരിശ്രമിച്ച് പണിയെടുത്ത് തിരിച്ചെടുക്കണം. വഇല്ല, തിരിച്ചെടുത്തിട്ടില്ല എങ്കിൽ ഫഖദ് ഫാതഹു റിബ്ഹുൻ കസീറൻ ബിമാ അവാഅഹു മിൻ റഅസി മാലിഹി, അവന്റെ മൂലധനത്തിൽ നിന്ന് അവൻ നഷ്ടപ്പെടുത്തുന്നത് വലിയ കാര്യങ്ങളായിരിക്കും നഷ്ടപ്പെടുക. അഥവാ ഈമാൻ അങ്ങോട്ട് പോകും, ഈമാൻ തീർന്നു പോകാൻ നമ്മൾ അറിയില്ല, അങ്ങനെ ഇല്ലാതായി പോകും.
നമുക്ക് ഒരു ആസ്വാദനം കിട്ടൂല. നിസ്കരിക്കുന്നുണ്ടാകും, എക്സസൈസ് ചെയ്യുന്ന പോലെ അവസ്ഥ. അതായത് നമ്മൾ എക്സസൈസ് ചെയ്യുന്നു, നിസ്കരിക്കുന്നു, ശരീരം അങ്ങോട്ട് അനക്കുന്നു, നിസ്കാരം കിട്ടേണ്ട ഒന്നും കിട്ടുന്നുണ്ടാവില്ല. കാര്യം ചെയ്യുന്നുണ്ടാവും, ഒരു സമയം 5 വക്ത് ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നുണ്ടാവും, പക്ഷെ കൈ കെട്ടിക്കഴിഞ്ഞാൽ വേറെ എന്തൊക്കെയോ ആലോചിക്കുന്നു, വേറെ എന്തൊക്കെയോ ചെയ്യുന്നു, ഖുശൂഇന്റെ ഒരു അംശം പോലും ഉണ്ടാകുന്നില്ല. ഖുർആൻ പാരായണം, ദിവസവും ഖുർആൻ പാരായണം, ഒരായത്ത് പോലും കൽബിൽ ചിന്തിക്കാൻ സാധിക്കുന്നില്ല. ദിക്ർ രാവിലെയും വൈകുന്നേരമുള്ള അദ്കാറുകൾ ചെല്ലുന്നു, എന്താണ് ഞാൻ ചെല്ലിയത് എന്ന് ഓർക്കുന്നില്ല, ഒരു ആസ്വാദനം കിട്ടൂല. ആ ഒരു അവസ്ഥ ഉണ്ടാകും. ആ ഒരു അവസ്ഥ ഉണ്ടാകുന്ന ഘട്ടമായി തീരും. അങ്ങനെ ദാരിദ്ര്യം സംഭവിക്കുന്ന അവസ്ഥ. ഒരിക്കൽ സലഫുകൾപ്പെട്ട ഉഹൈബ് ബിൻ വറദ് റഹിമഹുള്ളയോട് ചോദിക്കപ്പെട്ടു, മതാ യഫ്ഖിദുൽ അബ്ദ് ലസ്സത്തുൽ ഇബാദ, ഒരടിമ എപ്പോഴാണ് ഇബാദത്തിന്റെ ആസ്വാദനം നഷ്ടപ്പെടുക? പാപം ചെയ്യുമ്പോഴാണോ ചെയ്തു കഴിഞ്ഞാലാണോ? ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണോ ചെയ്തു കഴിഞ്ഞാലാണോ ലസ്സത്ത് നഷ്ടപ്പെടുക? അപ്പൊ അദ്ദേഹം പറഞ്ഞത്, ഇദാ ഹമ്മ ബിൽ മഅസിയ, പാപത്തിനെ കുറിച്ച് ആലോചിച്ചാൽ മതി, അപ്പൊ അവന്റെ ലസ്സത്ത് നഷ്ടപ്പെടാൻ തുടങ്ങും. ഒരു തെറ്റിനെ കുറിച്ച് നമ്മൾ കുറെ ആലോചിച്ചുകൊണ്ടിരുന്നാല് പിന്നെ ഇബാദത്തിൽ നമുക്ക് ലസ്സത്ത് കിട്ടൂല. അപ്പൊ അങ്ങനെ അത് ഇല്ലാതായി പോകുന്ന അവസ്ഥയുണ്ടാകും. വമിൻഹ നുഖ്സാനു റിസ്ഖിഹി ഫഇന്നൽ അബ്ദ യഹ്റമു റിസ്ഖ ബിദ്ദംബി യുസീബുഹു, റിസ്ഖ് തടയപ്പെടും, അല്ലാഹുവിൽ നിന്നുള്ള ഉപജീവനം തടയപ്പെടും, പാപങ്ങൾ കാരണത്താൽ ഉപജീവനം തടയപ്പെടും. വമിൻഹ വഅഫു ബദനിഹി, ശരീരം ശോഷിക്കും, ശരീരത്തിന് ബാധിക്കും. ചില ആളുകൾ വിചാരിച്ചത് പാപം കൽബുമായി ബന്ധപ്പെട്ട കാര്യം, ഒരിക്കലും അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ വന്നതുപോലെ, ഉലമാക്കൾ പറഞ്ഞതുപോലെ, തസ്ബീഹും തഹ്ലീലും തഹ്മീദും ദിക്റുകളും ഖുർആനും എല്ലാം ശരീരത്തിന് ശക്തിയേകുന്നത് പോലെ പാപങ്ങളും ശരീരത്തിനെ ദുർബലമാക്കും, ശരീരം ക്ഷീണിച്ചു പോകും, അങ്ങനെ ഉണ്ടാകും. വമിൻഹ സവാലുൽ മഹാബത്തി വൽ ഹലാവ അല്ലതി ലബിസഹ ബിത്വാഅ ഫതബദ്ദല ബിഹാ മഹാനതൻ വഹഖാറതൻ, അവനുള്ള ഗാംഭീര്യം നഷ്ടപ്പെടും, അവനെ കാണുമ്പോൾ മറ്റുള്ളവരുടെ ഉള്ളിൽ തോന്നുന്ന മഹാബത്ത്, ഹൈബത്ത്, അത് നഷ്ടപ്പെടും. അവന്റെ അനുസരണം കൊണ്ട് ലഭിക്കുന്ന ആസ്വാദനം, രുചി നഷ്ടപ്പെടും. അതെല്ലാം നിന്ദ്യത കൊണ്ട് പകരം വെക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. ചായ കുടിച്ചിട്ടോ? ഒരു ഇതായിക്കോട്ടെ, ഫ്രഷ് ആയിക്കോട്ടെ. പക്ഷെ നമുക്ക് ബാക്കി വേഗം ചായ കുടിച്ചിട്ട് വന്നാൽ ബാക്കി തുടരാം.